Good evening. Good evening, ma'am. Good evening. ഞങ്ങൾക്ക് 4 പേരുള്ളൂല്ലോ. ഓക്കെ, ആൽഫ പ്രേയറിന് റെഡിയാണോ ആൽഫ? Okay, ma'am. ഒരു മിനിറ്റ്. ഓക്കെ. മാം തുടങ്ങട്ടെ. ഓക്കെ, സ്റ്റാർട്ട് ചെയ്തോളൂ. Dear God, what a beautiful creation it is. Morning sun brings daylight. What a pleasant morning it is. Flowers' aroma is spreading everywhere. Birds are chirping so that everyone can wake up. A cool breeze will blow. Stop being lazy and start working. And help us to study, help our facilitator and help our friends. Night moon come and make mind fresh. Thank you God for making us a wonderful creature in this world. ഓക്കെ ആൽഫ. സോ നമ്മൾ ഇന്ന് എടുക്കുന്നത് യൂണിറ്റ് 3 ആണ്, ഇൻസ്റ്റിറ്റ്യൂഷണൽ പ്ലാനിങ്. ഓക്കെ, പാർട്ട് 4 യൂണിറ്റ് 3 ഇൻസ്റ്റിറ്റ്യൂഷണൽ പ്ലാനിങ് ഇതാണ്. മോണ്ടിസോറി സ്കൂൾ മാനേജ്മെന്റിൽ വരുന്ന ഒരു ചാപ്റ്റർ ആണ് യൂണിറ്റ് 3 ഇൻസ്റ്റിറ്റ്യൂഷണൽ പ്ലാനിങ്. PDF ഇല്ല എല്ലാവരുടെയും കയ്യില്? നോട്ട്സ് ഇല്ലേ ഇതിന്റെ? ഓക്കെ, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. എന്താണ് ഇൻസ്റ്റിറ്റ്യൂഷണൽ പ്ലാനിങ് എന്ന് പറഞ്ഞാൽ? എന്തായിരിക്കാം പ്ലാനിങ്? ഇൻസ്റ്റിറ്റ്യൂഷണൽ പ്ലാനിങ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കാം? ഏതൊരു ഇൻസ്റ്റിറ്റ്യൂഷൻ ആണെങ്കിലും, സ്കൂൾ ആണെങ്കിലും മറ്റേതൊരു ഇൻസ്റ്റിറ്റ്യൂഷൻ ആണെങ്കിലും എന്താണ്, ഒരുപാട് പ്ലാനിങ്ങുകൾ. ഓക്കെ, പ്ലാനിങ്ങിന്റെ ആവശ്യമാണ് അല്ലെ? ധാരാളം പ്ലാനിങ് ആവശ്യമാണ്. ഓരോ കാര്യവും നന്നായിട്ട് ചിന്തിച്ചായിരിക്കണം പ്ലാൻ ചെയ്യേണ്ടത്. ഇൻസ്റ്റിറ്റ്യൂഷണൽ പ്ലാനിങ്. ഓക്കെ, അപ്പോൾ സ്കൂളിനെ സംബന്ധിച്ച് എന്താണ്, വ്യക്തമായ പ്ലാൻ ആ സ്കൂളിന് ഉണ്ടായിരിക്കണം. എന്തിനെ കുറിച്ചെല്ലാം പ്ലാനിങ് വേണം? സ്കൂളിന്റെ ഇംപ്രൂവ്മെന്റ്, എങ്ങനെ സ്കൂൾ നല്ല രീതിയിൽ നടത്താം. ഓക്കെ, കുട്ടികളുടെ അക്കാഡമിക് ലെവൽ എങ്ങനെ ഉയർത്താം, അതുമല്ലെങ്കിൽ എന്താണ് ടീച്ചേഴ്സിന്റെ പെർഫോമൻസ് എങ്ങനെ ഉയർത്താം. സോ മൊത്തത്തിലുള്ള പ്ലാനിങ്, ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻസ് നല്ല രീതിയിൽ പ്രവർത്തിക്കണമെങ്കിൽ എന്താണ്, വ്യക്തമായിട്ടുള്ള നല്ല ക്ലിയർ ആയിട്ടുള്ള ഒരു പ്ലാനിങ് ആ ഇൻസ്റ്റിറ്റ്യൂഷന് ഉണ്ടായിരിക്കണം. ക്ലിയർ ആണോ? സ്കൂളിന്റെ മാത്രമല്ല എന്താണ്, ടീച്ചേഴ്സിന്റെ പെർഫോമൻസ് എങ്ങനെ മികച്ചതാക്കാം, അതേപോലെ തന്നെ കുട്ടികളുടെ ഇംപ്രൂവ്മെന്റ് എങ്ങനെ കൊണ്ടുവരാം. നമുക്ക് ഇതിനെല്ലാം നല്ലൊരു പ്ലാനിങ് അത്യാവശ്യമാണ്. സോ എന്താണ് ഇൻസ്റ്റിറ്റ്യൂഷണൽ പ്ലാനിങ് എന്ന് ചോദിച്ചാൽ നമുക്ക് മറ്റൊരു രീതിയിൽ ഇങ്ങനെ പറയാം. ഒരു സ്കൂളിന്റെ എന്താണ് ഇംപ്രൂവ്മെന്റിന് വേണ്ടി ആ ഇൻസ്റ്റിറ്റ്യൂഷൻ തന്നെ ഡെവലപ്പ് ചെയ്യുന്ന ഡെവലപ്മെന്റൽ പ്രോഗ്രാംസുകളെയാണ് ഇൻസ്റ്റിറ്റ്യൂഷണൽ പ്ലാനിങ്സ് എന്ന് പറയുന്നത്. ക്ലിയർ ആണോ? ഒരു സ്കൂളിന്റെ എന്താണ് ഇംപ്രൂവ്മെന്റിന് വേണ്ടി ആ ഇൻസ്റ്റിറ്റ്യൂഷൻ തന്നെ പ്രിപ്പയർ ചെയ്യുന്ന, തയ്യാറാക്കുന്ന ഡെവലപ്മെന്റൽ പ്രോഗ്രാംസിനെയാണ് ഇൻസ്റ്റിറ്റ്യൂഷണൽ പ്ലാനിങ് എന്ന് പറയുന്നത്. ഓക്കെ, ഒരു സ്കൂളിനെ സംബന്ധിച്ച് ആരാണ് ഇപ്പൊ പ്ലാനിങ് തയ്യാറാക്കുന്നത്? ആരായിരിക്കാം? ആ ഇൻസ്റ്റിറ്റ്യൂഷന്റെ എന്താണ് അതോറിറ്റീസ് ആയിരിക്കാം എന്താ ആ സ്കൂളിന് വേണ്ട ആവശ്യമായിട്ടുള്ള പ്ലാനിങ്ങുകൾ തയ്യാറാക്കുന്നത്. ക്ലിയർ ആണോ? എന്താണ് ഇൻസ്റ്റിറ്റ്യൂഷണൽ പ്ലാനിങ് എന്ന് പറഞ്ഞാല്? ഒരു സ്കൂളിന്റെ ഇംപ്രൂവ്മെന്റിന് വേണ്ടി ആ ഇൻസ്റ്റിറ്റ്യൂഷൻ തന്നെ എന്താണ് ഡെവലപ്മെന്റ് തയ്യാറാക്കുന്ന ഡെവലപ്മെന്റൽ പ്രോഗ്രാംസിനെയാണ് ഇൻസ്റ്റിറ്റ്യൂഷണൽ പ്ലാനിങ് എന്ന് പറയുന്നത്. ഓക്കെ, ക്ലിയർ ആണോ? എന്താണ് ഇൻസ്റ്റിറ്റ്യൂഷണൽ പ്ലാനിങ്? സോ ഇൻസ്റ്റിറ്റ്യൂഷണൽ പ്ലാനിങ്ങിന്റെ മെയിൻ ഒബ്ജക്റ്റീവ്സ് എന്തൊക്കെയായിരിക്കാം? അതായത് ഇത്രയേ ഉള്ളൂ, പ്ലാനിങ് നല്ല രീതിയിൽ എങ്ങനെ പ്രവർത്തിക്കാം ആ കാര്യങ്ങളെല്ലാം പ്ലാൻ ചെയ്യണം. ഓക്കെ, ഒരു സ്കൂൾ ആണെങ്കിൽ എന്തൊക്കെ കാര്യങ്ങളായിരിക്കാം പ്ലാൻ ചെയ്യേണ്ടത്? ആ സ്കൂളിന്റെ അറ്റ്മോസ്ഫിയർ എങ്ങനെ മികച്ച രീതിയിലാക്കാം, അതേപോലെ തന്നെ കുട്ടികളുടെ ഇംപ്രൂവ്മെന്റ്സ്, കുട്ടികളുടെ പെർഫോമൻസ് എങ്ങനെ നല്ല രീതിയിലാക്കാം, അതിനുവേണ്ടി എന്തെല്ലാം ഫെസിലിറ്റീസ് പ്രൊവൈഡ് ചെയ്യണം. ഓക്കെ, ടീച്ചേഴ്സിന്റെ പെർഫോമൻസ് എങ്ങനെ മികച്ച രീതിയിലാക്കാം. ഓക്കെ, ഈ കാര്യങ്ങളെല്ലാം വ്യക്തമായിട്ട് പ്ലാൻ ചെയ്തിരിക്കണം. ഇതിനെയാണ് ഓവറോൾ പ്ലാനിങ്ങിനെയാണ് ഇൻസ്റ്റിറ്റ്യൂഷണൽ പ്ലാനിങ് എന്ന് പറയുന്നത്. ക്ലിയർ ആണോ? ദെൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ പ്ലാനിങ്ങിന്റെ ഒബ്ജക്റ്റീവ്സ്, മെയിൻ ആയിട്ട് വരുന്ന ഒബ്ജക്റ്റീവ്സ് അപ്പൊ എന്തൊക്കെയായിരിക്കാം? ഓവറോൾ പ്ലാനിങ് ആണെന്ന് പറഞ്ഞു. അപ്പൊ അതിന്റെ ലക്ഷ്യങ്ങൾ എന്തൊക്കെയായിരിക്കാം?
ഒരു സ്കൂളിനെ സംബന്ധിച്ച് അതിന്റെ ഒബ്ജക്റ്റീവ്സ് എന്തൊക്കെയായിരിക്കാം? നമ്മൾ പറഞ്ഞു എന്തൊക്കെയാണ് സ്കൂളിൽ പ്രവർത്തിക്കുന്ന അല്ലെങ്കിൽ എന്തോ സ്കൂളിന്റെ വളർച്ച. സ്കൂളിന്റെ വളർച്ച. ഓക്കെ, ദെൻ പിന്നെന്തായിരിക്കാം? സ്റ്റുഡൻസിന്റെ ഔട്ട്കം ഇംപ്രൂവ് ചെയ്യുക അല്ലെ? സ്കൂളിന്റെ കുട്ടികളുടെ ചിൽഡ്രന്റെ എന്താണ് ഔട്ട്കം ഇംപ്രൂവ് ചെയ്യുക. പിന്നെന്തായിരിക്കാം? ഡിസിപ്ലിൻ കൊണ്ടുവരിക. ദെൻ ടീച്ചിങ് ലേണിംഗ് മെറ്റീരിയൽസ് എന്താണ്, ടീച്ചിങ് ലേണിംഗ് മെത്തേഡ്സുകൾ ഇംപ്രൂവ് ചെയ്യുക. ഓക്കെ, പിന്നെന്തായിരുന്നു? വേറെ എന്തെങ്കിലും ഉണ്ടോ? എന്താണ് ടീച്ചിങ് ലേണിംഗ് മെത്തേഡ്സ് ഇംപ്രൂവ് ചെയ്യാന്ന് പറഞ്ഞാൽ ക്വാളിറ്റി ഓഫ് ടീച്ചിങ്. ഓക്കെ, ക്വാളിറ്റി ഓഫ് ടീച്ചിങ് ഇംപ്രൂവ് ചെയ്യുക. പിന്നെ എന്തൊക്കെയാണ് ഒരു സ്കൂളിനെ സംബന്ധിച്ച് എന്തൊക്കെ പ്ലാൻ ചെയ്യാം? ഇത്രയേ ഉള്ളോ? സ്കൂളിന്റെ ഗ്രോത്ത്, പിന്നെന്തായിരുന്നു? സ്റ്റുഡൻസിന്റെ ഔട്ട്കം ഇംപ്രൂവ് ചെയ്യുക. ദെൻ ടീച്ചിങ് ലേണിംഗ് മെത്തേഡ്സുകൾ ഇംപ്രൂവ് ചെയ്യുക. ദെൻ കോ കരിക്കുലർ ആക്ടിവിറ്റീസുകൾ ഇംപ്രൂവ് ചെയ്യുക. എന്താ കോ കരിക്കുലർ ആക്ടിവിറ്റീസ്? പഠനത്തിന് അപ്പുറം എന്താണ് കുട്ടികളുടെ സ്കില്ലുകൾ കണ്ടെത്തുകയും അത് എൻഹാൻസ് ചെയ്യുന്നതിന് ആവശ്യമായ മെറ്റീരിയൽസുകൾ ആണെങ്കിൽ മെറ്റീരിയൽസുകൾ പ്രൊവൈഡ് ചെയ്യുക. ഓക്കെ, ക്ലിയർ ആണോ? കോ കരിക്കുലർ ആക്ടിവിറ്റീസുകൾ ഇംപ്രൂവ് ചെയ്യുക അല്ലെങ്കിൽ ഡെവലപ്പ് ചെയ്യുക. കുട്ടികൾക്ക് പഠനത്തിൽ മാത്രം മികച്ച രീതിയിലാക്കിയാൽ മതിയോ കുട്ടികളെ? അവരുടെ എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസ് കൂടി, അവരുടെ സ്കില്ല് കൂടി കണ്ടെത്തേണ്ടതുണ്ട്. അതെങ്ങനെ മികച്ച രീതിയിൽ വളർത്തിയെടുക്കാം? ഓക്കെ, അതിനാവശ്യമായ പ്ലാനിങ്ങുകൾ കൊണ്ടുവരേണ്ടതുണ്ട്. അതേപോലെ ടീച്ചേഴ്സിന്റെ എന്താണ് പ്രൊഫഷണൽ ഡെവലപ്മെന്റ്. ഓക്കെ, ഇതൊക്കെയാണ് മെയിൻ ആയിട്ട് ഈ ഇൻട്രൊഡക്ഷനിൽ പറഞ്ഞിരിക്കുന്ന ഒബ്ജക്റ്റീവ്സ് ആയിട്ട് വന്നിരിക്കുന്നത്. ക്ലിയർ ആണോ? സോ ഇൻസ്റ്റിറ്റ്യൂഷണൽ പ്ലാനിങ് എന്ന് പറഞ്ഞാൽ എന്താണ്? എന്തായിരുന്നു ഇൻസ്റ്റിറ്റ്യൂഷണൽ പ്ലാനിങ്? സ്കൂളിന്റെ ഇംപ്രൂവ്മെന്റിന് വേണ്ടി ഇൻസ്റ്റിറ്റ്യൂഷൻ തന്നെ പ്രിപ്പയർ ചെയ്യുന്ന ഡെവലപ്മെന്റൽ പ്രോഗ്രാംസിനെ ഇൻസ്റ്റിറ്റ്യൂഷൻ പ്രോഗ്രാം എന്ന് പറയുന്നു. ഇൻസ്റ്റിറ്റ്യൂഷണൽ പ്ലാനിങ് എന്ന് പറയുന്നു കേട്ടോ. ആ സ്കൂൾ തന്നെ ആ ഇൻസ്റ്റിറ്റ്യൂഷൻ തന്നെ പ്രിപ്പയർ ചെയ്യുന്ന ഡെവലപ്മെന്റൽ പ്രോഗ്രാംസിനെയാണ് ഇൻസ്റ്റിറ്റ്യൂഷണൽ പ്ലാനിങ് എന്ന് പറയുന്നത്. ഓക്കെ, അതിന്റെ ഒബ്ജക്റ്റീവ്സ് എന്തൊക്കെയായിരിക്കാം? അതിന്റെ ലക്ഷ്യങ്ങൾ എന്തൊക്കെയായിരിക്കാം? ഒരു സ്കൂളിനെ സംബന്ധിച്ചാണെങ്കിൽ അതിന്റെ ലക്ഷ്യങ്ങൾ എന്തൊക്കെയായിരിക്കാം? ഫസ്റ്റ് വൺ എന്താ നമ്മൾ പറഞ്ഞത്? സ്കൂളിന്റെ വളർച്ച. ഓക്കെ, സ്കൂളിന്റെ ഗ്രോത്ത്, സ്കൂളിന്റെ എന്താ വളർച്ച. ഓക്കെ, ദെൻ പിന്നെന്താണ്? സ്റ്റുഡൻസിന്റെ ഔട്ട്കം ഇംപ്രൂവ് ചെയ്യുക. സ്റ്റുഡൻസിന്റെ ഔട്ട്കം ഇംപ്രൂവ് ചെയ്യുക. ദെൻ വേറെ എന്തെങ്കിലും ഉണ്ടോ? കോ കരിക്കുലർ ആക്ടിവിറ്റീസ് ഇൻക്രീസ് ചെയ്യുക. ഓക്കെ, കുട്ടികളുടെ പഠനത്തിനപ്പുറം അവരുടെ മറ്റ് കഴിവുകൾ എൻഹാൻസ് ചെയ്യുക, അതിനാവശ്യമായിട്ടുള്ള ഇംപ്രൂവ്മെന്റുകൾ നടത്തുക. ഓക്കെ, ദെൻ ടീച്ചിങ് ലേണിംഗ് മെറ്റീരിയൽസ് ഇംപ്രൂവ് ചെയ്യുക. അതായത് ക്വാളിറ്റി ഓഫ് ടീച്ചിങ് ഇംപ്രൂവ് ആക്കുക. ദെൻ ഓക്കെ, പിന്നെന്തായിരുന്നു? ടീച്ചേഴ്സിന്റെ പ്രൊഫഷണൽ ഡെവലപ്മെന്റ്. ഓക്കെ, ടീച്ചേഴ്സിന്റെ പ്രൊഫഷണൽ ഡെവലപ്മെന്റും ഒരു ഒബ്ജക്റ്റീവ് ആയിട്ട് പറയുന്നുണ്ട്. മെയിൻലി 4 ഒബ്ജക്റ്റീവ്സ് ആണ് ഈ PDF കൊടുത്തിരിക്കുന്നത്. സ്റ്റുഡൻസിന്റെ ഔട്ട്കം ഇംപ്രൂവ് ചെയ്യുക, അതോടൊപ്പം തന്നെ ടീച്ചിങ് ലേണിംഗ് മെത്തേഡ്സുകൾ ഇംപ്രൂവ് ചെയ്യുക, ആൻഡ് ദ തേർഡ് വൺ കോ കരിക്കുലർ ആക്ടിവിറ്റീസുകൾ ഇംപ്രൂവ് ചെയ്യുക, ആൻഡ് ദ ഫോർത്ത് വൺ ടീച്ചേഴ്സിന്റെ പ്രൊഫഷണൽ ഡെവലപ്മെന്റ്. ഓക്കെ, ക്ലിയർ ആണോ? സോ അപ്പൊ എന്താണ് എല്ലാ രീതിയിലും ഒരു സ്കൂളിനെ സംബന്ധിച്ച് എല്ലാ രീതിയിലുമുള്ള എന്താണ് ഇംപ്രൂവ്മെന്റ് കൊണ്ടുവരിക എന്നുള്ളതാണ് ഇൻസ്റ്റിറ്റ്യൂഷണൽ പ്ലാനിങ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ക്ലിയർ ആണോ? ഇപ്പൊ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഒരു സ്കൂളിനെ സംബന്ധിച്ച് ഒരു സാധാരണ ക്ലാസ് റൂം. ഓക്കെ, അവിടെ സ്മാർട്ട് ക്ലാസ് റൂം ആക്കി മാറ്റണം. അതിനാവശ്യമായിട്ടുള്ള എന്തൊക്കെ മെറ്റീരിയൽസ് വേണം? ഓക്കെ, അതിനെക്കുറിച്ച് പ്ലാൻ ചെയ്യുന്നു. ഓക്കെ, എന്തൊക്കെ മെറ്റീരിയൽസ് വാങ്ങണം, എവിടെയാണ്, ഏത് ക്ലാസ്സിലാണ് അത് സെറ്റ് ചെയ്യേണ്ടത്, അറേഞ്ച് ചെയ്യേണ്ടത് ഏത് ക്ലാസ്സിലാണ്? ക്ലിയർ ആകുന്നുണ്ടോ? ഓക്കെ, ഏതൊക്കെ ടൂൾസുകൾ കൊണ്ടുവരണം തുടങ്ങിയ കാര്യങ്ങളെ പ്ലാൻ ചെയ്യുന്നതിനെയാണ് ഇൻസ്റ്റിറ്റ്യൂഷണൽ പ്ലാനിങ് എന്ന് പറയുന്നത്. ക്ലിയർ ആണോ? ഇപ്പൊ സ്മാർട്ട് ക്ലാസ് റൂമിന്റെ ഒരു എക്സാമ്പിൾ പറഞ്ഞതാണ്. സ്മാർട്ട് ക്ലാസ് റൂമിന്റെ ആ ഒരു എയിം ആണ് അവർക്കുള്ളതെങ്കിൽ അതിനെക്കുറിച്ച് എന്താണ് വ്യക്തമായ പ്ലാനിങ് ഉണ്ടായിരിക്കണം. ഇനി പ്ലാനിങ് നടത്തേണ്ടത് ഒരു സ്കൂളിനെ സംബന്ധിച്ച് ആ സ്കൂൾ ഹെഡിന്റെ റെസ്പോൺസിബിലിറ്റിയാണ്. ഓക്കെ, പ്ലാനിങ് നടത്തേണ്ടത് ഒരു സ്കൂൾ ആണെങ്കിൽ ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ ആണെങ്കിൽ അതിനെ സംബന്ധിച്ച് ആരുടെ റെസ്പോൺസിബിലിറ്റിയാണ്? ആ സ്കൂൾ ഹെഡിന്റെ റെസ്പോൺസിബിലിറ്റിയാണ്.
ഇനി ഒരു സക്സസ്ഫുൾ ആയിട്ടുള്ള പ്ലാനിങ് എന്ന് പറഞ്ഞാൽ എന്തെല്ലാം കാര്യങ്ങളായിരിക്കും അതിൽ ഉൾപ്പെട്ടിരിക്കുന്നത്? എന്താണ് പ്ലാനിങ് നല്ല രീതിയിൽ സക്സസ്ഫുൾ ആകണമെങ്കിൽ എന്തെല്ലാം കാര്യങ്ങൾ അതിൽ മീറ്റ് ചെയ്യേണ്ടതുണ്ട്? എന്തൊക്കെയായിരിക്കാം? ഇതിൽ മെയിൻ ആയിട്ട് പറയുന്നത് വാട്ട്, വൈ, വെൻ, ഹൗ ആൻഡ് വെയർ. ഈ ക്വസ്റ്റ്യൻസിനെല്ലാം ആൻസർ, വ്യക്തമായിട്ടുള്ള ആൻസർ ഉണ്ടായിരിക്കണം. ഓക്കെ, വാട്ട് എന്താണ് എയിം എന്നുള്ളത് വ്യക്തമായിട്ട് മനസ്സിലാക്കിയിരിക്കണം. അതിൽ അല്ലെങ്കിൽ എന്താണ് പ്ലാനിങ്, എന്തിനെ കുറിച്ചാണ് പ്ലാനിങ്. ഇപ്പൊ നമ്മൾ നേരത്തെ സ്മാർട്ട് ക്ലാസ് റൂമിന്റെ എക്സാമ്പിൾ പറഞ്ഞു. അപ്പോ സപ്പോസ് അതാണ് പ്ലാനിങ്ങിൽ വാട്ടിനുള്ള ആൻസർ എന്താണ്? നല്ല രീതിയിലുള്ള ഒരു സ്മാർട്ട് ക്ലാസ് റൂം കൊണ്ടുവരിക. അതാണ് ആ സ്കൂളിനെ സംബന്ധിച്ച് എയിമായിട്ട് പറയുന്നത്. ദെൻ വൈ, എങ്ങനെ ആൻസർ ചെയ്യാം? വൈ, വാട്ട് എന്താണ്? ചിലപ്പോ നമുക്ക് ഏതൊരു എക്സാമ്പിൾ വേണമെങ്കിലും പറയാട്ടോ. ഒരു ക്ലാസ് റൂമിനെ നല്ല രീതിയിലുള്ള സ്മാർട്ട് ക്ലാസ് റൂം ആക്കി മാറ്റുക, അതാണ് വാട്ടിൽ വരുന്നത്. അപ്പൊ വൈ എന്തായിരിക്കാം? എങ്ങനെ ആൻസർ ചെയ്യാം? വൈ എന്തിനു വേണ്ടിയാണ്? കുട്ടികൾക്കുള്ള ക്ലാസിന്റെ ക്ലാരിറ്റി അവർക്ക് ഒന്നുകൂടി വിഷ്വലൈസ് ചെയ്താൽ അവർക്ക് ഒന്നുകൂടി മനസ്സിലാവും. വെരി ഗുഡ് അല്ലേ? അവരുടെ അക്കാഡമിക് ലെവൽ ഉയർത്തുന്നതിന് വേണ്ടിയാണ്. സോ വൈ നമുക്ക് അങ്ങനെ ആൻസർ ചെയ്യാം. ദെൻ വെൻ, എപ്പോഴായിരിക്കണം? മേ ബി ആ സ്കൂളിനെ സംബന്ധിച്ച് ചിലപ്പോൾ എന്തായിരിക്കും, നെക്സ്റ്റ് സ്കൂള് ഓപ്പൺ ചെയ്യുന്ന ടൈമിന് മുൻപായിട്ട് എന്താണ് ഇങ്ങനെ ഒരു ക്ലാസ് റൂം എന്താണ് സ്മാർട്ട് ക്ലാസ് റൂം ആക്കി മാറ്റേണ്ടതുണ്ട്. ഓക്കെ, അതായിരിക്കാം ചിലപ്പോൾ വെന്നിന് ആൻസർ ആയിട്ട് വരുന്നത്. ദെൻ പിന്നെന്തായിരുന്നു? വെയർ, എവിടെയാണ് ഇത് അറേഞ്ച് ചെയ്യേണ്ടത്? ഏത് ക്ലാസ് റൂമിലാണ്, ഏത് സ്റ്റാൻഡേർഡിലാണ്, ഏത് പ്രായത്തിലുള്ള കുട്ടികൾക്കാണ് ഈ സ്മാർട്ട് ക്ലാസ് റൂം പ്രൊവൈഡ് ചെയ്യേണ്ടത്? ഓക്കെ, അപ്പൊ ഇതിനെല്ലാം വ്യക്തമായിട്ടുള്ള ആൻസർ ഉണ്ടെങ്കിൽ അതൊരു സക്സസ്ഫുൾ പ്ലാനിങ് ആണെന്ന് പറയാം. ക്ലിയർ ആണോ? വാട്ട്, വൈ, വെൻ ആൻഡ് വെയർ, ഇതിനെല്ലാം വ്യക്തമായിട്ടുള്ള ആൻസർ ഉണ്ടെങ്കിൽ അതൊരു സക്സസ്ഫുൾ ആയിട്ടുള്ള പ്ലാനിങ് ആയിരിക്കും. ക്ലിയർ ആകുന്നുണ്ടോ? സോ എന്താണ് ഇൻസ്റ്റിറ്റ്യൂഷണൽ പ്ലാനിങ് എന്ന് പറഞ്ഞു. പിന്നെ എന്തായിരുന്നു നമ്മൾ ഡിസ്കസ് ചെയ്തത്? അതിന്റെ ഒബ്ജക്റ്റീവ്സ് എന്താണെന്ന് ഡിസ്കസ് ചെയ്തു. ദെൻ ഒരു സക്സസ്ഫുൾ ആയിട്ടുള്ള പ്ലാനിങ്ങിൽ ഉൾപ്പെടുത്തേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? വാട്ട്, അതേപോലെ വൈ, വെൻ, വെയർ, ഇതിനെല്ലാം വ്യക്തമായിട്ടുള്ള ആൻസർ ഉണ്ടെങ്കിൽ അത്തരം പ്ലാനിങ്ങിനെ സക്സസ്ഫുൾ പ്ലാനിങ് ആണെന്ന് പറയാം. ഇനി നെക്സ്റ്റ് നോക്കിക്കോളൂ, ഫാക്ടേഴ്സ് ഇൻഫ്ലുവൻസിങ് പ്ലാനിങ്. പ്ലാനിങ്ങിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഫാക്ടേഴ്സ് ഏതെല്ലാമായിരിക്കാം? ഓക്കെ, ഫാക്ടേഴ്സ് ഇൻഫ്ലുവൻസിങ് പ്ലാനിങ്. ഫസ്റ്റ് വരുന്ന ഫാക്ടർ ആണ് വർക്ക് ഫാക്ടർ. ഓക്കെ, വർക്ക് ഫാക്ടർ അതിലെന്താ പറയുന്നത്? നമ്മൾ തിരഞ്ഞെടുക്കുന്ന ടാസ്ക് ഉണ്ട്. ഇപ്പൊ സ്മാർട്ട് ക്ലാസ് ആണെങ്കിൽ, സ്മാർട്ട് ക്ലാസ് റൂം ആണെങ്കിൽ ആ ടാസ്കിന്റെ നേച്ചർ എന്താണ്, അതിന്റെ സ്വഭാവം ഏത് രീതിയിലുള്ളതാണ്, സിമ്പിൾ ആണോ അല്ലെങ്കിൽ കോംപ്ലക്സ് ആണോ? ഓക്കെ, അതിനെയാണ് നമ്മൾ വർക്ക് ഫാക്ടർ എന്ന് പറയുന്നത്. ക്ലിയർ ആകുന്നുണ്ടോ? പ്ലാനിങ്ങിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഫാക്ടേഴ്സിൽ വരുന്ന ആദ്യത്തെ ഫാക്ടർ ആണ് വർക്ക് ഫാക്ടർ. ഓക്കെ, വർക്ക് ഫാക്ടർ അതെന്താണ്? നമ്മൾ സെലക്ട് ചെയ്തിരിക്കുന്ന ടാസ്കിന്റെ നേച്ചർ എന്താണ്, അതിന്റെ സ്വഭാവം ഏത് രീതിയിലുള്ളതാണ്, സിമ്പിൾ ആയിട്ടുള്ളതാണോ അല്ലെങ്കിൽ എന്താണ് കോംപ്ലക്സ് ആണോ? ഓക്കെ, അതാണ് അതുകൊണ്ട് വർക്ക് ഫാക്ടർ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ദെൻ സ്റ്റാഫ് ഫാക്ടർ എന്തായിരിക്കാം? സ്റ്റാഫ് ഫാക്ടർ ഈ ഒരു എയിം അല്ലെങ്കിൽ എന്താണ് ഈ ഒരു ടാസ്ക് കംപ്ലീറ്റ് ചെയ്യുന്നതിന് ആവശ്യമായ സ്റ്റാഫുകളുടെ എന്താണ് ടാലന്റ്. ഓക്കെ, ഏത് രീതിയിലുള്ളതാണ്? സ്റ്റാഫുകൾക്ക് എന്താണ് ടാലന്റ് ഉള്ളവരാണോ? ഓക്കെ, ക്ലിയർ ആണോ? അതാണ് സ്റ്റാഫ് ഫാക്ടറിൽ വരുന്നത്. നെക്സ്റ്റ് എന്താണ്? കോസ്റ്റ് ഫാക്ടർ. തേർഡ് ഇൻഫ്ലുവൻസിങ് ഫാക്ടർ ആണ് കോസ്റ്റ് ഫാക്ടർ. ഓക്കെ, ഇങ്ങനെ ഒരു ടാസ്ക് നമ്മൾ കംപ്ലീറ്റ് ചെയ്താൽ ആർക്കൊക്കെയാണ് ഇതുകൊണ്ട് ബെനിഫിറ്റ് ഉണ്ടാകുന്നത്? ഓക്കെ, സ്റ്റുഡൻസിനാണോ അല്ലെങ്കിൽ ടീച്ചേഴ്സിനാണോ അല്ലെങ്കിൽ മറ്റുള്ള കമ്മ്യൂണിറ്റിക്കാണോ? ആർക്കാണ് ഈ ഒരു ടാസ്ക് കംപ്ലീറ്റ് ചെയ്താലുള്ള ബെനിഫിറ്റ് ആർക്കൊക്കെയാണ് ലഭിക്കുന്നത്? ഓക്കെ, അതാണ് കോസ്റ്റ് ഫാക്ടറിൽ വരുന്നത്. ആൻഡ് ദ ഫോർത്ത് വൺ ടൈം ഫാക്ടർ. ഓക്കെ, എന്തായിരിക്കാം ടൈം ഫാക്ടറിൽ വരുന്നത്? എന്തായിരിക്കാം ടൈം ഫാക്ടർ? അർജൻസി ഓഫ് ദ പ്ലാൻ. ഓക്കെ, പ്ലാനിന്റെ അർജൻസി. ഓക്കെ, ഏത് ടൈമിനുള്ളിൽ ഇത് കംപ്ലീറ്റ് ചെയ്യണം, ഈ ടാസ്ക് ഏത് സമയത്തിനുള്ളിൽ കംപ്ലീറ്റ് ചെയ്യണം. ഓക്കെ, അർജൻസി ആണ് അതിൽ കാണിക്കുന്നത്. ആൻഡ് എക്യുപ്മെന്റ് ഫാക്ടർ എന്തായിരിക്കാം അതിൽ ഉൾപ്പെടുന്നത്? എക്യുപ്മെന്റ് ഫാക്ടർ ഈ ഒരു ടാസ്ക് കംപ്ലീറ്റ് ചെയ്യുന്നതിന് എന്തെല്ലാം മെറ്റീരിയൽസ് ആവശ്യമാണ്, എന്തെല്ലാം മെഷീൻസ് ആവശ്യമാണ്, എവിടെയാണ്, ഏത് സ്പേസ് ആണ് ഇതിനായിട്ട് അറേഞ്ച് ചെയ്യേണ്ടത് തുടങ്ങിയ കാര്യങ്ങളാണ് എക്യുപ്മെന്റ് ഫാക്ടറിൽ ഉൾപ്പെടുന്നത്. ക്ലിയർ ആണോ?
സോ ഇൻസ്റ്റിറ്റ്യൂഷണൽ പ്ലാനിങ്ങിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഫാക്ടർ മെയിൻലി 5 വരുന്നുണ്ട്. ഫസ്റ്റ് വൺ എന്താണ്? വർക്ക് ഫാക്ടർ. ഓക്കെ, ദെൻ സ്റ്റാഫ് ഫാക്ടർ, കോസ്റ്റ് ഫാക്ടർ, ടൈം ഫാക്ടർ ആൻഡ് ദ ഫിഫ്ത്ത് വൺ എക്യുപ്മെന്റ് ഫാക്ടർ. ഓക്കെ, വർക്ക് ഫാക്ടറിൽ എന്താ മെയിൻ ആയിട്ട് ഡീൽ ചെയ്യുന്നത്? എന്താണ്? നേച്ചർ ഓഫ് ദ ടാസ്ക്. ആ ടാസ്കിന്റെ നേച്ചർ ഏത് രീതിയിലുള്ളതാണ്, ഈസി ആണോ അല്ലെങ്കിൽ സിമ്പിൾ ആണോ അല്ലെങ്കിൽ കോംപ്ലക്സ് ആണോ എന്നുള്ളതാണ് അതിൽ ഡീൽ ചെയ്യുന്ന കാര്യം. ഓക്കെ, സ്റ്റാഫ് ഫാക്ടർ ആണെങ്കിലോ ടാലന്റ് ഓഫ് സ്റ്റാഫ്. ടാലന്റ്, സ്റ്റാഫുകൾക്ക് അതിനുള്ള ടാലന്റ് ഉണ്ടോ? ഓക്കെ, ആവശ്യമായിട്ട് വരുന്ന ടാലന്റ് സ്റ്റാഫുകൾക്ക് ഉണ്ടോ? ഇത് അവർക്ക് സക്സസ്ഫുള്ളി കംപ്ലീറ്റ് ചെയ്യാനായിട്ട് പറ്റുമോ? ദെൻ കോസ്റ്റ് ഫാക്ടർ, ബെനിഫിറ്റ് ഓഫ് ദ ടാസ്ക്. ഈ ഒരു സ്മാർട്ട് ക്ലാസ് അല്ലെങ്കിൽ ഏതൊരു എയിം ആണെങ്കിലും, ഇപ്പൊ നമ്മൾ എക്സാമ്പിൾ ആയിട്ടാണ് സ്മാർട്ട് ക്ലാസ് റൂം പറഞ്ഞത്. ഓക്കെ, ഏതൊരു ടാസ്ക് ആണെങ്കിലും അത് കംപ്ലീറ്റ് ചെയ്താൽ ആർക്കെല്ലാം ആയിരിക്കാം അതിന്റെ ബെനിഫിറ്റ് ലഭിക്കുന്നത്? ഓക്കെ, ടീച്ചേഴ്സിനാണോ അതല്ലെങ്കിൽ സ്റ്റുഡൻസിനാണോ അല്ലെങ്കിൽ മറ്റുള്ള കമ്മ്യൂണിറ്റീസിനാണോ ബെനിഫിറ്റ് ലഭിക്കുന്നത്? ഓക്കെ, ടൈം ഫാക്ടർ എന്താണ്? ഏത് സമയത്തിനുള്ളിൽ കംപ്ലീറ്റ് ചെയ്യണം, അതിന്റെ എമർജൻസി ആണ് കാണിക്കുന്നത്. ഓക്കെ, ദെൻ എക്യുപ്മെന്റ് ഫാക്ടർ, മെറ്റീരിയൽ റിക്വയർഡ് ഫോർ ദ ടാസ്ക്. എന്തൊക്കെ മെറ്റീരിയൽസ് വേണം, ഓക്കെ, എന്തൊക്കെ മെഷീൻസ് ആവശ്യമാണ്, അതേപോലെ സ്പേസ്, ഏത് സ്പേസ് ആണ് ഈ ഒരു പെർട്ടിക്കുലർ എന്താണ് ടാസ്കിന് വേണ്ടി അറേഞ്ച് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പൊ ഇത് മെയിൻ ആയിട്ട് 5 ഫാക്ടേഴ്സ് വരുന്നുണ്ട്. ക്ലിയർ ആണോ ഇത്? ഓക്കെ, നെക്സ്റ്റ് നോക്കിക്കോളൂ. ഫിനാൻഷ്യൽ അസിസ്റ്റൻസ് എന്താണ്? സാമ്പത്തിക സഹായം. ഒരു സ്കൂളിനെ അപേക്ഷിച്ച് എവിടെ നിന്നെല്ലാമാണ് അവർ ഫണ്ട് റേസ് ചെയ്യുന്നത്? എവിടെ നിന്നെല്ലാം അവർക്ക് സാമ്പത്തിക സഹായം ലഭിക്കുന്നുണ്ട്? ഫിനാൻഷ്യൽ അസിസ്റ്റൻസ് എവിടെ നിന്നെല്ലാം ലഭിക്കുന്നുണ്ടായിരിക്കാം? PTA. ഓക്കെ, PTA. ദെൻ കുട്ടികളുടെ ഫീസ്. ഫീസ്. ഓക്കെ, വെരി ഗുഡ്. ഫീസ് ആയിട്ട് ലഭിക്കുന്നുണ്ട്. പിന്നെ ഡൊണേഷൻ. ഡൊണേഷൻസ്. ഓക്കെ, ദെൻ ഇത്രയേ ഉള്ളോ? ഫീസ് പറഞ്ഞു, ട്യൂഷൻ ഫീസ് ആയിട്ട് മന്ത്ലി ഫീസ് ലഭിക്കുന്നുണ്ട്, അതേപോലെ ഡൊണേഷൻസ് ലഭിക്കുന്നുണ്ട്. പിന്നെന്തായിരുന്നു? ഗ്രാന്റുകൾ ലഭിക്കുന്നുണ്ട്. ഓക്കെ, ഒരു സ്കൂൾ സ്റ്റാർട്ട് ചെയ്യുന്നതിന് ഗ്രാന്റുകൾ, ഗവൺമെന്റ് പ്രോഗ്രാംസിന്റെ ബേസിൽ ഗ്രാന്റുകൾ ലഭിക്കാറുണ്ട്, അതേപോലെ ലോൺസുകൾ എടുക്കാറുണ്ട്. ഓക്കെ, പാർട്ട്ണർഷിപ്പിലാണെങ്കിൽ ആ ഒരു രീതിയിലും എന്താണ് ക്യാഷ് ലഭിക്കുന്നതാണ്. ക്ലിയർ ആണോ? നെക്സ്റ്റ് ഇതിൽ പഠിക്കാനുള്ളത് ഫിനാൻഷ്യൽ മാനേജ്മെന്റ് ആണ്. ഓക്കെ, ഫിനാൻഷ്യൽ മാനേജ്മെന്റിൽ അവർ എംബസൈസ് ചെയ്തിരിക്കുന്നത് എന്തൊക്കെയാണ്? സ്കൂൾ ഫിനാൻസ് വരുന്നുണ്ട്, അതേപോലെ ബഡ്ജറ്റിംഗ് വരുന്നുണ്ട്, അക്കൗണ്ടിംഗ് പ്രൊസീജിയേഴ്സ് വരുന്നുണ്ട്. ഈ 3 ഏതൊക്കെയാണ്? സ്കൂൾ ഫിനാൻസ്, ബഡ്ജറ്റിംഗ് ആൻഡ് അക്കൗണ്ടിംഗ് പ്രൊസീജിയേഴ്സ്. ഈ 3 ഉൾപ്പെടുന്നതാണ് ഫിനാൻഷ്യൽ മാനേജ്മെന്റ് എന്ന് പറയുന്നത്. ഓക്കെ, അതില് സ്കൂൾ ഫിനാൻസ് മാനേജ് ചെയ്യേണ്ടതും കൺട്രോൾ ചെയ്യേണ്ടതും ആരാണ്? സ്കൂൾ ഹെഡ് ആയിരിക്കണം. ഓക്കെ, സ്കൂൾ ഫിനാൻസ് മാനേജ് ചെയ്യേണ്ടതും അത് കൺട്രോൾ ചെയ്യേണ്ടതും സ്കൂൾ ഹെഡ് ആയിരിക്കണം. ഓക്കെ, അപ്പൊ എന്താണ് സ്കൂൾ ഫിനാൻസ്? ഫിനാൻഷ്യൽ മാനേജ്മെന്റിൽ 3 ഫാക്ടേഴ്സ് ആണ് അവർ പറയുന്നത്. സ്കൂൾ ഫിനാൻസ് വരുന്നുണ്ട്, അതേപോലെ ബഡ്ജറ്റിംഗ് വരുന്നുണ്ട്, ദെൻ അക്കൗണ്ടിംഗ് പ്രൊസീജിയേഴ്സ് ഉൾപ്പെടുന്നുണ്ട്. അതിലെ സ്കൂൾ ഫിനാൻസ് മാനേജ് ചെയ്യേണ്ടതും കൺട്രോൾ ചെയ്യേണ്ടതും ആരാണ്? സ്കൂൾ ഹെഡ് ആയിരിക്കണം. ഓക്കെ, അപ്പൊ എന്താണ് സ്കൂൾ ഫിനാൻസ് എന്ന് പറഞ്ഞാല്? എന്തായിരിക്കാം? ഇൻസ്റ്റിറ്റ്യൂഷൻ പ്രവർത്തനങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള ഫണ്ട്. ഫണ്ട്. ഓക്കെ, ഇൻസ്റ്റിറ്റ്യൂഷൻ മെയിൻറ്റെയിൻ ചെയ്യുന്നതിനും അതേപോലെ തന്നെ സ്റ്റാഫുകൾക്ക് സാലറി കൊടുക്കണം, വേണ്ടേ? അതിനാവശ്യമായിട്ട് നീക്കി വെച്ചിരിക്കുന്ന എമൗണ്ട് ആണ്, ക്യാഷ് ആണ് അല്ലെങ്കിൽ ഫണ്ട് ആണ് സ്കൂൾ ഫിനാൻസ് എന്ന പേരിൽ അറിയപ്പെടുന്നത്. ക്ലിയർ ആണോ? ഇൻസ്റ്റിറ്റ്യൂഷൻ മെയിൻറ്റെയിൻ ചെയ്യുന്നതിനും അതേപോലെ സ്റ്റാഫുകൾക്ക് സാലറി കൊടുക്കുന്നതിനും വേണ്ടി മാറ്റിവെച്ചിരിക്കുന്ന ഒരു ഫണ്ടാണ് സ്കൂൾ ഫിനാൻസ്. അത് ഹാൻഡിൽ ചെയ്യേണ്ടത്, കൺട്രോൾ ചെയ്യേണ്ടതും മാനേജ് ചെയ്യേണ്ടതും സ്കൂൾ ഹെഡ് ആയിരിക്കണം. ഓക്കെ, ദെൻ ബജറ്റ് എന്താണ്? ബജറ്റ് എന്താണ്? ഒരു വർഷത്തേക്കുള്ള ഒരു പ്ലാനിങ് ആണ്, ഫണ്ടിന്റെ ഒരു പ്ലാനിങ്, ബഡ്ജറ്റ്. ഫണ്ടിന്റെ പ്ലാനിങ് എന്ന് പറയാം അല്ലെ, വരവ് ചെലവ് കണക്കുകൾ സൂക്ഷിക്കുന്നതാണ്, അത് മെയിൻറ്റെയിൻ ചെയ്യുന്നതിനാണ് ബജറ്റ് എന്ന് പറയുന്നത് അല്ലെ, ഒരു വർഷത്തേക്കുള്ള കണക്കുകൾ. ദെൻ അക്കൗണ്ടിങ് എന്തായിരിക്കാം? അക്കൗണ്ടിങ് പ്രൊസീജിയേഴ്സ്
ഓക്കെ, സ്കൂൾ ഫിനാൻസ് വരുന്നുണ്ട്. പിന്നെ എന്തായിരുന്നു? ബജറ്റ് പറഞ്ഞു, ഒരു വർഷത്തേക്കുള്ള വരവ് ചെലവ് കണക്കുകളാണ്. ദെൻ അക്കൗണ്ടിങ് എന്തായിരിക്കാം? Recording and classifying the financial വെരി ഗുഡ് finance. ആണല്ലേ, പ്രോഫിറ്റ് ആണോ ലോസ് ആണോ എന്ന് കാണിക്കുന്ന വരവ് ചെലവുകളുടെ റെക്കോർഡിങ്ങിനെയാണ് അക്കൗണ്ടിങ് എന്ന് പറയുന്നത്. ക്ലിയർ ആണോ? ഓക്കെ, ഇതെല്ലാം ഉൾപ്പെടുന്നത് ഫിനാൻഷ്യൽ മാനേജ്മെന്റിലാണ്. നെക്സ്റ്റ് ടോപ്പിക് ആണ് ഫിനാൻഷ്യൽ റെസ്പോൺസിബിലിറ്റീസ് ഓഫ് ദ സ്കൂൾ ഹെഡ്. ഒരു സ്കൂൾ ഹെഡിനെ സംബന്ധിച്ച് എന്തൊക്കെയായിരിക്കാം അദ്ദേഹത്തിന്റെ ഫിനാൻഷ്യൽ റെസ്പോൺസിബിലിറ്റീസ് ആയിട്ട് വരുന്നത്? സാമ്പത്തിക ഉത്തരവാദിത്വം എന്തൊക്കെയായിരിക്കാം? ഒരു സ്കൂൾ ഹെഡ് ആണ്, അപ്പൊ എന്തൊക്കെ കാര്യങ്ങള് നോക്കി നടത്തേണ്ടതുണ്ട്? ഒന്ന് ആലോചിച്ച് നോക്കി, എന്തൊക്കെ വരാം? ഫിനാൻഷ്യൽ റെസ്പോൺസിബിലിറ്റീസ് ഓഫ് ദ സ്കൂൾ ഹെഡ്. ഒരു സ്കൂൾ ഹെഡിന്റെ ഫിനാൻഷ്യൽ റെസ്പോൺസിബിലിറ്റീസ്, ഉത്തരവാദിത്തങ്ങൾ എന്തൊക്കെയാണ്? ഒരു 6 പോയിന്റ്സ് ഇതിൽ പറയുന്നുണ്ട്. ഫസ്റ്റ് വൺ പറയുന്നത് എന്താണ്? സ്കൂൾ ബജറ്റ് പ്രിപ്പയർ ചെയ്യേണ്ടത് ആരാണ്? ഒരു വർഷത്തെ സ്കൂളിന്റെ ബജറ്റ് പ്രിപ്പയർ ചെയ്യേണ്ടത് സ്കൂൾ ഹെഡ് ആണെന്ന് പറയുന്നു. ഓക്കെ, ക്ലിയർ ആണോ? ഒരു വർഷത്തെ എന്താണ് വരവ് ചെലവുകൾ, ഇൻകവും എക്സ്പെൻസും പ്രിപ്പയർ ചെയ്യേണ്ടത് സ്കൂൾ ഹെഡ് ആണെന്ന് പറയുന്നു. രണ്ടാമത്തെ എന്തായിരിക്കാം? സ്കൂൾ ബജറ്റ് പ്രിപ്പയർ ചെയ്യുന്നുണ്ട്, അതിൽ ഓരോ കാര്യത്തിനും വേണ്ടി എന്താണ് ഓരോ വിഹിതം മാറ്റി വെച്ചിട്ടുണ്ടായിരിക്കും അല്ലെ, അത് പ്രോപ്പർ ആയിട്ട് വിനിയോഗിക്കുന്നുണ്ടോ എന്ന് ഉറപ്പുവരുത്തേണ്ടത് സ്കൂൾ ഹെഡ് ആണ്. ക്ലിയർ ആണോ? സ്കൂൾ ബജറ്റിലെ ഓരോ വിഹിതവും പ്രോപ്പർ ആയിട്ട്, ഓക്കെ സെക്കൻഡ് പേജ് റിജോ, പേജ് നമ്പർ 2. ഓക്കെ, പ്രോപ്പർ ആയിട്ട് ആ വിഹിതം ചെലവഴിക്കുന്നുണ്ടോ എന്ന് ഉറപ്പുവരുത്തേണ്ടത് ഒരു സ്കൂൾ ഹെഡ് ആയിരിക്കണം. ക്ലിയർ ആണോ? അപ്പൊ എന്തൊക്കെയാ ഫിനാൻഷ്യൽ റെസ്പോൺസിബിലിറ്റീസിൽ പറഞ്ഞത്? ബജറ്റ്, ഒരു വർഷത്തേക്കുള്ള സ്കൂൾ ബജറ്റ് തയ്യാറാക്കണം, അതേപോലെ തന്നെ അതിൽ മാറ്റിവെച്ചിരിക്കുന്ന വിഹിതം പ്രോപ്പർ ആയിട്ട് എല്ലാ കാര്യങ്ങൾക്കും വിനിയോഗിക്കുന്നുണ്ടോ എന്നും ഉറപ്പുവരുത്തിയിരിക്കണം. ആൻഡ് ദ തേർഡ് വൺ, ട്യൂഷൻ ഫീസ്, അതേപോലെ കോഷ്യൻ ഡെപ്പോസിറ്റ്. എന്താ കോഷ്യൻ ഡെപ്പോസിറ്റ്? നമ്മൾ എല്ലാ സ്കൂളിലുണ്ടോ എന്ന് അറിയില്ല, ചില സ്കൂളുകളിൽ നമ്മൾ എന്താണ് ചേരുന്ന ടൈമിൽ ഒരു സെക്യൂരിറ്റി ഡെപ്പോസിറ്റ് ചെയ്യാറുണ്ട്, സെക്യൂരിറ്റി. ഓക്കെ, അതിനെയാണ് കോഷ്യൻ ഡെപ്പോസിറ്റ് എന്ന് പറയുന്നത്. അതേപോലെ എക്സാം ഫീസ്, യൂണിഫോം ഫീസ്, ഇത്തരത്തിലുള്ള ഫീസുകൾ, ഏണിങ്സ് കളക്ട് ചെയ്യേണ്ടത് ആരാണ്? സ്കൂൾ ഹെഡ് ആണെന്ന് പറയുന്നു. ഓക്കെ, ഇത്തരത്തിലുള്ള ഏണിങ്സ്, സ്കൂൾ ഫീസ് അല്ലെങ്കിൽ എക്സാം ഫീസ്, ട്യൂഷൻ ഫീസ് പോലുള്ള ഏണിങ്സ് കളക്ട് ചെയ്യേണ്ടത് ആരാണ്? സ്കൂൾ ഹെഡ് ആണെന്ന് പറയുന്നു. ആൻഡ് ഫോർത്ത് വണ്ണിൽ പറയുന്നത് എന്താ? നമ്മൾ എക്സ്പെൻസ് എന്ന് പറഞ്ഞു, സ്കൂളിനെ സംബന്ധിച്ച് ഇൻകവും ഉണ്ട്, അതേപോലെ തന്നെ എക്സ്പെൻസും ഉണ്ട്. എക്സ്പെൻസുമായി ബന്ധപ്പെട്ട് വരുന്ന റെക്കോർഡ്സുകൾ സൂക്ഷിച്ചു വെക്കണം, അത് കീപ്പ് ചെയ്യേണ്ട റെസ്പോൺസിബിലിറ്റി സ്കൂൾ ഹെഡിനാണ്. ഓക്കെ, ക്ലിയർ ആണോ? എക്സ്പെൻസിന്റെ കീപ്പ് ചെയ്യേണ്ടത് ആരുടെ റെസ്പോൺസിബിലിറ്റി ആണ്? സ്കൂൾ ഹെഡിന്റെ റെസ്പോൺസിബിലിറ്റി ആണ്. അതേപോലെ തന്നെ അത് ഉറപ്പുവരുത്തേണ്ടത്, ഓക്കെ അത് റെക്കോർഡ് കീപ്പ് ചെയ്തിട്ടുണ്ടെന്ന് ഉറപ്പുവരുത്തേണ്ടത് സ്കൂൾ ഹെഡിന്റെ റെസ്പോൺസിബിലിറ്റി ആണ്. പിന്നെന്തായിരിക്കാം റെസ്പോൺസിബിലിറ്റി? പിന്നെന്തായിരിക്കാം? സ്കൂളിലെ ടീച്ചേഴ്സിനും സ്റ്റാഫ്സിനും എന്താണ് പേയ്മെന്റ് ചെയ്യുന്നുണ്ടോ എന്ന് ഉറപ്പുവരുത്തേണ്ടതും ഒരു സ്കൂൾ ഹെഡിന്റെ റെസ്പോൺസിബിലിറ്റി വരുന്നതാണ്. ഓക്കെ, ആൻഡ് ദ ഫൈനൽ പോയിന്റിൽ പറയുന്നു അക്കൗണ്ടിംഗ് സിസ്റ്റം എന്താണ് നല്ല രീതിയിൽ പ്രവർത്തിക്കുന്നുണ്ടോ എന്ന് ഉറപ്പുവരുത്തേണ്ടതും ആരാണ്? സ്കൂൾ ഹെഡിന്റെ ഉത്തരവാദിത്വമാണ്. ക്ലിയർ ആണോ? സോ ഒരു സ്കൂൾ ഹെഡിനെ അപേക്ഷിച്ച് അദ്ദേഹത്തിന്റെ ഫിനാൻഷ്യൽ റെസ്പോൺസിബിലിറ്റീസ് ഏതൊക്കെയാണ്? ഫസ്റ്റ് വൺ എന്തായിരുന്നു? സ്കൂളിന് വേണ്ടി ബജറ്റ് പ്രിപ്പയർ ചെയ്യുക. ഓക്കെ, ബജറ്റിൽ നീക്കി വെച്ചിരിക്കുന്ന വിഹിതം എല്ലാ കാര്യങ്ങൾക്കും വേണ്ടി പ്രോപ്പർ ആയിട്ട് ചെലവഴിക്കുന്നുണ്ടോ എന്ന് ഉറപ്പുവരുത്തുക. പിന്നെന്തായിരുന്നു? ഏണിങ്സ്, അതായത് ഫീസ്, ട്യൂഷൻ ഫീസ് ആയിട്ട് കിട്ടുന്ന ക്യാഷ്, അതേപോലെ തന്നെ എക്സാം ഫീസ്, യൂണിഫോം ഫീസ് തുടങ്ങിയ ഫീസുകൾ, ഏണിങ്സ് കളക്ട് ചെയ്യേണ്ടത് സ്കൂൾ ഹെഡ് ആണ്. ഓക്കെ, സ്കൂൾ ഹെഡ് ആയിരിക്കണം. പിന്നെന്തായിരുന്നു? എക്സ്പെൻസിന്റെ റെക്കോർഡ് കീപ്പ് ചെയ്തിരിക്കണം. ഓക്കെ, കീപ്പ് ചെയ്യുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തിയിരിക്കണം. അതേപോലെ ടീച്ചേഴ്സ് മറ്റ് സ്റ്റാഫുകൾക്ക് പേയ്മെന്റ് നടത്തുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തിയിരിക്കണം. പിന്നെ ലാസ്റ്റ് വൺ എന്തായിരുന്നു പറഞ്ഞത്? അക്കൗണ്ടിംഗ് സിസ്റ്റം നല്ല രീതിയിൽ പ്രവർത്തിക്കുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തുക. ഇതെല്ലാമാണ് ഒരു സ്കൂൾ ഹെഡിന്റെ റെസ്പോൺസിബിലിറ്റീസിൽ വരുന്നത്.
ക്ലിയർ ആണോ? Yes, ma'am. സോ ഒരു സ്കൂളിനെ സംബന്ധിച്ച് പല രീതിയിൽ അവർ ഏണിങ്സ് ഉണ്ടാക്കുന്നുണ്ട് അല്ലെ? എന്തൊക്കെ ഫീസ് ആയിട്ടാണ് അവർ വാങ്ങിക്കുന്നത്? എന്തൊക്കെ സ്കൂളിനെ സംബന്ധിച്ച് എന്തെല്ലാം ഫീസ് അവർ വാങ്ങിക്കുന്നുണ്ട്? എന്തെല്ലാം പേരില് ഫീസുകൾ വാങ്ങിക്കുന്നുണ്ട്? എക്സാം ഫീസ്, Tuition fee. എക്സാം ഫീസ്. എന്തിനു വേണ്ടിയാണ് എക്സാം ഫീസ് വാങ്ങിക്കുന്നത്? ആര് എക്സാം ഫീസ് പറഞ്ഞതാരാ? പറയൂ. ക്വസ്റ്റ്യൻ പേപ്പർ, ഓക്കെ. ക്വസ്റ്റ്യൻ ആൻസർ ഷീറ്റ്, ആൻസർ ഷീറ്റ് ചെക്ക് ചെയ്യേണ്ടതുണ്ട്, അത് എന്താണ് വാങ്ങിക്കേണ്ടതുണ്ട്. അതേപോലെ തന്നെ പിന്നെന്തായിരിക്കാം? വൈൻ മീൻസ് കെട്ടുന്ന കിട്ടുന്ന ചരട്. ഓക്കെ. അതിനു വേണ്ടിയെല്ലാം എന്താണ് ക്യാഷ് ചെലവുണ്ട്. അതിനാവശ്യമായിട്ടുള്ള ചെലവ് അവർ മീറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ്? എക്സാം ഫീസിലൂടെ. കുട്ടികളിൽ നിന്നും എക്സാം ഫീസ് വാങ്ങിയിട്ടാണ്. ഓക്കെ, എക്സാം ഫീസ് വാങ്ങിക്കുന്നുണ്ട്. പിന്നെ എന്ത് ഫീസാണ്? ബസ് ഫീസ്. എന്തോ? ബസ് ഫീസ്. ബസ് ഫീസ്. ഓക്കെ, എന്തിനാണ് ബസ് ഫീസ് വാങ്ങിക്കുന്നത്? ബസ്സിൽ കുട്ടികൾ അങ്ങോട്ടും ഇങ്ങോട്ടും കൊണ്ടുപോണേന്. ഓക്കെ. അല്ലെ, അങ്ങോട്ടും ഇങ്ങോട്ടും കൊണ്ടുപോകുന്നതിന് ഒരു എമൗണ്ട് അവർ വാങ്ങിക്കുന്നുണ്ട്. ബസ് ഫീ എന്ന പേരിൽ ആ ഒരു എമൗണ്ട് വാങ്ങിക്കുന്നുണ്ട്. ദെൻ പിന്നെന്താണ്? വേറെ എന്തെങ്കിലും ഉണ്ടോ? ആലോചിച്ച് നോക്കൂ. നിങ്ങളുടെ കുട്ടികൾ സ്കൂളിൽ Tuition fees. പിന്നെ സ്കൂള് തുറക്കുമ്പോ ആനുവൽ ഫീസ് എന്നും ഒരു കൊല്ലത്തേക്ക് ഉള്ള ഫീസ്, അത് അവിടെ സ്കൂളില് ലൈബ്രറി, കമ്പ്യൂട്ടർ, അങ്ങനെ ഓരോന്നും അവിടെയുള്ള ആക്ടിവിറ്റീസ്. ഓപ്പണിംഗ് ഫീസ് അല്ലെങ്കിൽ ആനുവൽ ഫീസ് എന്ന് പറഞ്ഞ ഒരു എമൗണ്ട് വാങ്ങിക്കുന്നുണ്ട് അല്ലെ? അതെപ്പോഴാണ്? സ്കൂള് തുറക്കുന്ന സമയത്താണ്, ഓപ്പണിംഗിന്റെ ടൈമിലാണ് ഈ ആനുവൽ ഫീസ് എന്ന് പറഞ്ഞ ഒരു എമൗണ്ട് വാങ്ങിക്കുന്നത്. എന്തിനൊക്കെ വേണ്ടിയായിരിക്കും അത്? ലൈബ്രറി ഫീസ്, ലൈബ്രറി, കമ്പ്യൂട്ടർ ഫീസ്, പിന്നെ മറ്റേത് ഡയറിയുടെ, പിന്നെ ടാഗില്ലേ, ID കാർഡ്. ഓക്കെ. അങ്ങനെ ഇതിന്റെയൊക്കെ പേരിൽ എന്താണ് ഓപ്പണിംഗ് ഫീസ് എന്ന് പറഞ്ഞ അല്ലെങ്കിൽ ആനുവൽ ഫീസ് എന്ന് പറഞ്ഞ ഒരു എമൗണ്ട് സ്കൂളുകൾ വാങ്ങിക്കാറുണ്ട്. ദെൻ വേറെ എന്തെങ്കിലും ഉണ്ടോ? ബുക്കിന് ഫീസ് വാങ്ങിക്കാറുണ്ട്. അല്ലേ? ചില സ്കൂളുകൾ അവർ തന്നെ എന്താണ് ടെക്സ്റ്റ് ബുക്കും അതേപോലെ നോട്ട് ബുക്സുകളും കൊടുക്കാറുണ്ട്. അപ്പൊ ബുക്സ് ഫീസ് എന്ന് പറഞ്ഞ ഒരു എമൗണ്ട് അവർ വാങ്ങിക്കാറുണ്ട്. ദെൻ യൂണിഫോമിന് ആനുവൽ ഡേ സമയത്ത് വാങ്ങിക്കുന്നുണ്ട് ഫീസ്. എന്തോ? ആനുവൽ ഡേ സെലിബ്രേഷൻ. ഓരോ സെലിബ്രേഷൻ, ഓരോ പ്രോഗ്രാംസിന്റെ പേരും പറഞ്ഞ് വാങ്ങിക്കാറുണ്ട് അല്ലെ? ആനുവൽ ഡേ, യൂത്ത് ഫെസ്റ്റിവൽ, അങ്ങനെയൊക്കെ പറഞ്ഞ് വാങ്ങിക്കാറില്ലേ? അതിനൊരു എമൗണ്ട് സ്കൂളുകാർ വാങ്ങിക്കാറുണ്ട്. അതേപോലെ അൽഫ എന്തായിരുന്നു പറഞ്ഞ? ആൽഫ യൂണിഫോം ഫീസ് അല്ലേ? യൂണിഫോം. യൂണിഫോം, ബെൽറ്റ്, ഷൂസ്, സോക്സ്, ഇതിന്റെയൊക്കെ പേരിൽ യൂണിഫോം ഫീസ് എന്ന് പറഞ്ഞിട്ട് ഒരു എമൗണ്ട് ചാർജ് ചെയ്യാറുണ്ട്. ഓക്കെ. ദെൻ പിന്നെന്തൊക്കെയാണ്? ഇത്രയേ ഉള്ളോ? ഇത് കഴിഞ്ഞോ? ഈ PTA ഫണ്ട് എന്ന് പറഞ്ഞ് വാങ്ങിക്കത്തില്ലേ? ഓക്കെ. PTA ഫണ്ട്. ഓക്കെ. അതെ, PTA ഫണ്ട് ഒക്കെ ഓപ്പണിംഗ് ടൈമിലല്ലേ വാങ്ങിക്കുന്നതാണോ? എല്ലാം കൂടെ ഒരുമിച്ചാ വാങ്ങിക്കുന്നത്. ആനുവൽ ഫീ എന്ന് പറഞ്ഞിട്ട് എല്ലാം കൂടി ഒരുമിച്ചാ വാങ്ങിക്കുന്നത്. ഓക്കെ. ദെൻ എന്തെങ്കിലും ഫീസ് ഉണ്ടോ? ഫീസ് തന്നെയല്ല, ക്യാഷ് ആയിട്ട് അവർ വാങ്ങിക്കാറുണ്ട്. വേറെ എന്തിനാ? സ്കൂളിൽ നിന്ന് ട്രിപ്പ് പോകുമ്പോൾ ക്യാഷ് മേടിക്കാറില്ലേ? അല്ലെ? ഫ്രീ ആയിട്ടാണോ കൊണ്ടുപോകുന്നത്? കുട്ടികളിൽ നിന്നും ഒരു എമൗണ്ട് അവര് ഈടാക്കാറുണ്ട്. ഓക്കെ. ദെൻ അപ്പൊ എന്തൊക്കെ ഫീസ് നമ്മൾ ഡിസ്കസ് ചെയ്തത്? ഓപ്പണിംഗ് ഫീസ് അല്ലെങ്കിൽ ആനുവൽ ഫീസ് പറഞ്ഞു. ആനുവൽ ഫീസ് എങ്ങനെയാണ്? സ്കൂൾ ഓപ്പണിംഗ് ടൈമിലാണ് ആ ഒരു ഫീസ് അവർ വാങ്ങിക്കുന്നത്. ഓക്കെ. ലൈബ്രറിയുടെ ഫീസ്, അതേപോലെ കമ്പ്യൂട്ടർ ഫീസ്, അഡ്മിഷൻ ഫീസ് എന്നൊക്കെ പറഞ്ഞാണ് ഈ ആനുവൽ ഫീസ് ഓപ്പണിംഗ് ടൈമിൽ വാങ്ങിക്കുന്നത്. പിന്നെന്തായിരുന്നു? എക്സാം ഫീസ്. എക്സാം ഫീസ് എന്ത് പറഞ്ഞാ വാങ്ങിക്കുന്നത്? എന്തിനു വേണ്ടിയാ വാങ്ങിക്കുന്നത്? എന്തിനു വേണ്ടി? ആൻസർ പേപ്പർ, അതേപോലെ ആൻസർ ഷീറ്റ്. ഓക്കെ. ഇതിന്റെ എക്സ്പെൻസ് മീറ്റ് ചെയ്യുന്നതിന് വേണ്ടിയാണ് അവർ എക്സാം ഫീസ് വാങ്ങിക്കുന്നത്. പിന്നെന്താണ്? ഇത്രയുള്ളോ? ബസ് ഫീസ്. ബസ് ഫീസ് വാങ്ങിക്കുന്നുണ്ട്. ഓക്കെ. ട്രാവലിംഗിന് വേണ്ടി ബസ് ഫീസ് വാങ്ങിക്കുന്നുണ്ട്. യൂണിഫോം ഫീസ് വാങ്ങിക്കുന്നുണ്ട് അല്ലേ? ചില സ്കൂളുകാർ എങ്ങനെയാണ്? സ്കൂൾ തുറക്കുന്ന ആ ടൈമിൽ തന്നെ എന്താണ് ഈ യൂണിഫോം ഫീസ് എന്ന് പറഞ്ഞ് വാങ്ങിക്കാറുണ്ട്. ചിലര് ജൂലൈയിലാണെന്ന് പറയുന്നു. ലേറ്റ് ജൂലൈയിലാണ് ഈ സ്കൂൾ യൂണിഫോം ഫീസ് അവര് ഈടാക്കുന്നത്.
അതേപോലെ യൂണിഫോം ഫീസിന്റെ കൂടെ സോക്സിന്റെ ഫീസ്, ഷൂസിന്റെ വരാറില്ലേ, ബെൽറ്റിന്റെ വരാറില്ലേ, യൂണിഫോം ഫീല് ഉൾപ്പെടുത്തിയിട്ടാണ് ഇതിന്റെ എല്ലാം ക്യാഷ് അവര് വാങ്ങിക്കുന്നത്. വേറെന്തെങ്കിലും ഉണ്ടോ? പിന്നെ ഓരോ സെലിബ്രേഷൻസിനൊക്കെ ഫീസ് വാങ്ങിക്കും. സെലിബ്രേഷന്റെ പേരിൽ അല്ലെ, സെലിബ്രേഷൻ ഓരോ പ്രോഗ്രാംസിന്റെ പേരിൽ, ഫംഗ്ഷന്റെ പേരിൽ ഒരു പ്രോഗ്രാംസ് ഫീ ആയിട്ട് അവർ വാങ്ങിക്കാറുണ്ട്. ദെൻ അതെങ്ങനെ ഒരു ഫിക്സ്ഡ് എമൗണ്ട് ആണോ? നമ്മൾ നേരത്തെ പറഞ്ഞ എമൗണ്ട് എല്ലാം ഒരു ഫിക്സ്ഡ് ആണ് അല്ലെ, എല്ലാ കുട്ടികൾക്കും എന്താണ് ഒരേ രീതിയിലുള്ള ഒരു ഫിക്സ്ഡ് എമൗണ്ട് ആണ് വാങ്ങിക്കുന്നത് അല്ലെ. ആനുവൽ ഫീ ആണെങ്കിൽ എന്താണ് ഒരു ഫിക്സ്ഡ് എമൗണ്ട് ആയിരിക്കും. അതേപോലെ ബസ് ഫീ ആണെങ്കിലും ഒരു മാസത്തേക്ക് ഒരു നിശ്ചിത തുക ആയിരിക്കും അല്ലെ. എക്സാം ഫീ ആണെങ്കിലും അതെ. പക്ഷെ ഈ ഫംഗ്ഷന്റെ ഫീസ് ഒക്കെ എങ്ങനെയാണ്? ഇറ്റ് ഡിപ്പെൻസ് ഓൺ ദ ഫംഗ്ഷൻ അല്ലെ. ഫംഗ്ഷനെ ആശ്രയിച്ചിരിക്കും, ഏത് രീതിയിലുള്ള ഫംഗ്ഷൻ ആണ് അതിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ഫംഗ്ഷൻ ഫീ ഒക്കെ തീരുമാനിക്കുന്നത്. ഓക്കെ, ദെൻ പിന്നെന്താണ്, വേറെന്തെങ്കിലും ഉണ്ടോ? ടൂറിന്റെ പേരിൽ ഫീസ് വാങ്ങിക്കാറുണ്ട്. അതേപോലെ ഫംഗ്ഷൻസ്, പ്രോഗ്രാംസ് ഫീസ് എന്നൊക്കെ പറഞ്ഞ് സ്കൂളുകൾ എന്താണ് ക്യാഷ് ഈടാക്കാറുണ്ട്. പിന്നെ പറഞ്ഞിരിക്കുന്നു ജനറൽ ടൂർ വരുന്നുണ്ട്, അതേപോലെ തന്നെ ലോങ് ടൂർ വരുന്നുണ്ട്. എന്തായിരിക്കാം ജനറൽ ടൂർ? ജനറൽ ടൂർ എന്താണ്? അല്ലെങ്കിൽ ലോങ് ടൂർ? വൺ ഡേ ടൂർ. എല്ലാ കുട്ടികൾക്കും ഒരേപോലെ പോകാൻ പറ്റിയ ഒരു ലോങ് പ്ലേസിലേക്ക് എന്താണ് ട്രിപ്പ് പോകുന്നതിനെയാണ് ലോങ് ടൂർ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ജനറൽ ടൂർ എന്ന് പറയുന്നത്. ഓക്കെ, എന്താണ് വർഷത്തിൽ ഒരു പ്രാവശ്യമായിരിക്കും ഇത്തരത്തിലുള്ള ലോങ് ടൂറുകൾ അവർ അറേഞ്ച് ചെയ്യുന്നത് അല്ലേ. എല്ലാം എപ്പോഴും നടത്താറുണ്ടോ ഇങ്ങനെ ലോങ് ടൂർ ഒക്കെ? ഒരു വർഷത്തിൽ ഒരു പ്രാവശ്യമായിരിക്കാം മേ ബി ഇത്തരത്തിലുള്ള ലോങ് ടൂറുകൾ കണ്ടക്ട് ചെയ്യുന്നത്. ഇനി ലോക്കൽ ടൂറുകൾ നടത്താറുണ്ട്. എന്താ ലോക്കൽ ടൂർ? വൺ ഡേ പിള്ളേരെ കൊണ്ടുപോയി സൂ, മാൾ അങ്ങനത്തെ അടുത്തുള്ള സ്ഥലത്ത് അല്ലേ, ഒരു വൺ ഡേ ട്രിപ്പ് പോലെ പോകുന്നത്, അടുത്തുള്ള പ്ലേസിൽ വിസിറ്റ് ചെയ്യുന്നതിനെയാണ് ലോക്കൽ ടൂർ എന്ന് പറയുന്നത്. ഓക്കെ, ബോട്ടാണിക്കൽ ഗാർഡൻ വിസിറ്റ് ചെയ്യുക, അതേപോലെ സർക്കസ്, ചൈൽഡ് ഫിലിം കാണാനായിട്ട് പോകുക, ഓക്കെ, സൂ വിസിറ്റ് ചെയ്യുക, ഇതൊക്കെ എന്താണ് ലോക്കൽ ടൂറിലാണ് ഉൾപ്പെട്ടിരിക്കുന്നത്. ചാരിറ്റിക്ക് വേണ്ടി നമ്മൾ ഫീസ് കളക്ട് ചെയ്യാറുണ്ട്. ഓക്കെ ഓക്കെ ഓക്കെ. ലോക്കൽ ടൂർ എന്നും പറഞ്ഞ ഈ സ്റ്റഡി ടൂർ എന്ന് പറഞ്ഞ പോണതല്ലേ ലോക്കൽ ടൂർ എന്ന് പറയുന്നത്. ഓക്കെ, ലോക്കൽ ടൂർ എന്നാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. സ്റ്റഡി ടൂറും അത് തന്നെയാണ് അല്ലെ, വൺ ഡേ ട്രിപ്പ് ആണ്. സൂ വിസിറ്റ് ചെയ്യുക, അല്ലെങ്കിൽ ബോട്ടാണിക്കൽ ഗാർഡൻ വിസിറ്റ് ചെയ്യുക. ഓക്കെ, ദെൻ റഷ്യൻ കൈൻഡ് ഓഫ് ടൂർ അല്ലെങ്കിൽ ഔട്ട്ഡോർ ക്ലാസ് വരുന്നുണ്ട്. എന്തായിരിക്കും അത്? ഔട്ട്ഡോർ ക്ലാസ് എന്ന് പറഞ്ഞാല് എന്തായിരിക്കാം? പേരിൽ തന്നെ ഉണ്ടല്ലോ ഔട്ട്ഡോർ ക്ലാസ്. പുറത്ത് പോയി ക്ലാസ്, നമ്മൾ ക്യാമ്പ് ഒക്കെ ചെയ്യണം. അതെ, ഒരു ടീച്ചർ ആ ടീച്ചറിന്റെ ക്ലാസ്സിന്റെ മൊത്തത്തിൽ എന്താണ് പുറത്ത് കൊണ്ടുപോയിട്ട് ഔട്ട്ഡോർ ക്ലാസ് കണ്ടക്ട് ചെയ്യുക. അതിനെ വാക്കിംഗ് ടൂർ എന്നും പറയുന്നുണ്ട്. ഓക്കെ, വാക്കിംഗ് ടൂർ, ഔട്ട്ഡോർ ക്ലാസ് അല്ലെങ്കിൽ റഷ്യൻ കൈൻഡ് ഓഫ് ടൂർ, അതും അല്ലെങ്കിൽ എന്താണ് വാക്കിംഗ് ടൂർ എന്നാണ് പറയുന്നത്. ക്ലിയർ ആണോ? ടീച്ചർ ടൂർ വരുന്നുണ്ട്. എന്തായിരിക്കും അത്? ടീച്ചർ ടൂർ ടീച്ചേഴ്സിന്റെ ട്രെയിനിങ്ങിനെ ടീച്ചേഴ്സിന് വേണ്ടി മാത്രം. ഓക്കെ, മറ്റേ ടൂറിൽ എങ്ങനെയാണ്, നമ്മുടെ ലോങ് ടൂർ ആണെങ്കിലും അതേപോലെ സ്റ്റഡി ടൂർ ആണെങ്കിലും എങ്ങനെയാണ് കുട്ടികളും അവരോടൊപ്പം ഉണ്ടായിരിക്കും അല്ലേ. പക്ഷെ ടീച്ചർ ടൂറിന്റെ പ്രത്യേകത എന്തായിരിക്കാം? അവരുടെ ട്രെയിനിങ് മാത്രമായിരിക്കും. എന്നാണ് ടീച്ചേഴ്സ് മാത്രമായിരിക്കാം ഉണ്ടായിരിക്കുന്നത്. അതിനെയാണ് ടീച്ചർ ടൂർ എന്ന് പറയുന്നത്. ഓക്കെ, ക്ലിയർ ആണോ? ഓക്കെ, അപ്പൊ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഇൻസ്റ്റിറ്റ്യൂഷണൽ പ്ലാനിങ് എന്താണെന്ന് പഠിച്ചു, അതിന്റെ ഒബ്ജക്റ്റീവ്സ് എന്താണെന്ന് പഠിച്ചു. പിന്നെ എന്തായിരുന്നു, അതിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഫാക്ടേഴ്സ് ഏതൊക്കെയാണെന്ന് പഠിച്ചു. ഫിനാൻഷ്യൽ അസിസ്റ്റൻസ്, അതേപോലെ തന്നെ ഫിനാൻഷ്യൽ മാനേജ്മെന്റ്, ഒരു സ്കൂൾ ഹെഡിന്റെ റെസ്പോൺസിബിലിറ്റീസ് എന്തൊക്കെയാണെന്ന് ഡിസ്കസ് ചെയ്തു. ഓക്കെ, നമുക്ക് ഇന്നത്തെ ആക്ടിവിറ്റിയിലോട്ട് കിടക്കാം. ആരൊക്കെയാ റെഡി ആയിട്ട് വന്നിരിക്കുന്നത്? ഇന്നത്തെ ആക്ടിവിറ്റിക്ക് വേണ്ടി റെഡി ആയിട്ട് വന്നിരിക്കുന്നത് ആരൊക്കെയാ? ആരിഫിനെ കണ്ടിട്ട് കുറെ നാളായല്ലോ. ആരിഫ, ആരിഫാണോ? എന്തോ
എന്നാണ് മാം? ആരിഫ ആരിഫ. 2 ആരിഫയുണ്ടോ? ഓക്കെ. ഇതിലേതാ ഇതിലൊരു ആരിഫിനെ കണ്ടിട്ട് കുറച്ച് നാളായി. കേറാറുണ്ടായിരുന്നോ ക്ലാസ്സില്? ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ കേറിയിട്ടുണ്ടായിരുന്നില്ല മാം, ഹോസ്പിറ്റലൊക്കെ ആയിരുന്നു. ആണോ? ഓക്കെ. ഓക്കെ ലിൻഡ, സ്റ്റോറി ടെല്ലിംഗ് അല്ല, അല്ലെങ്കിൽ ആക്ഷൻ സോങ്. അത് കഴിഞ്ഞവർക്ക് നല്ല റോൾ പ്ലേ, അതും കഴിഞ്ഞവർക്ക് സ്റ്റോറി ടെല്ലിംഗ് ആണ്. ഓക്കെ ലിൻഡ റെഡി ആണോ? സ്റ്റോറി ടെല്ലിംഗ് ഞാൻ പ്രിപ്പയർ ചെയ്തില്ല മാം. ചെയ്തിട്ടില്ല. ആക്ഷൻ സോങ് അതൊക്കെ കംപ്ലീറ്റ് ചെയ്തതായിരുന്നോ? അതൊക്കെ ചെയ്തതാണോ? ആക്ഷൻ സോങ് ഔട്ട്ലൈൻ ചെയ്തതാ. ചെയ്തതാണ്. ഓക്കെ ദെൻ ആൽഫ. മാം ഞാൻ സ്റ്റോറി പറഞ്ഞതാണ്. എല്ലാം കഴിഞ്ഞതാണ്. ഓക്കെ. യെസ്. നിസിയ. നിസിയ നിസിയില്ല. ഭാവന റെഡിയാണോ? ഭാവന റെഡിയാണ്. സ്റ്റോറി ടെല്ലിംഗ്. ഓക്കെ. കാണാമോ? Good evening, friends. Today I am going to tell an interesting story. Its story is about a ant and a grasshopper. Are you ready for here? Okay. First of all, I am going to introduce our first character, Mr. Grasshopper. He is very naughty and lazy. His name is Green. But other side, our second character, Ant, is very smart and intelligent. Who are the characters? The first one is the grasshopper, his name is Green. The second one is the ant, his name is Red. On a sunny summer day, the grasshopper spotted an ant. The ant and his friends delightedly storing food for their winter. The grasshopper chuckled at their hard working and said, Mr. Red, why are you wasting so much time for storing food for winter? Go and enjoy your summer. Mr. Red replied that, why are you talking like this? Go and store food for the upcoming winter. The grasshopper replied that, you think I am a fool like you? I am going to play. The ant replied that, enjoyment is essential for life, but don't forget our duties and responsibilities. But Grasshopper didn't pay attention to the words of ant. Later, a few days later, the winter is come with the cold and snow. The Grasshopper realized his mistake. While ant and his friends enjoying their food, Grasshopper shivering with hunger, regretting his attitude. The moral of this story is hard working is essential for a bright future. So don't be lazy and work hard. Hope you guys are enjoy the story. Thank you. ഭാവന എക്സലന്റ് ആയിരുന്നു കേട്ടോ, നന്നായിട്ടുണ്ടായിരുന്നു. ഓക്കെ സൂപ്പർ ആയിരുന്നു ഭാവന, എക്സലന്റ്. ഓക്കെ ദെൻ ഹൂസ് നെക്സ്റ്റ്? അടുത്തതാരാ? അടുത്തതാരാ? പറയൂ, പേര് പറയൂ. ദീപ്തി ചെയ്തായിരുന്നോ? ദീപ്തി കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ ആരോടൊക്കെയോ പറഞ്ഞിരുന്നു ഈ ക്ലാസ്സിൽ ചെയ്യണമെന്ന് അല്ലെ? ആരൊക്കെയായിരുന്നു ഇത്? ഭാവന ഒരാളായിരുന്നു, പിന്നെ വേറെ ആരായിരുന്നു? ഇതാരും മിണ്ടാത്ത എന്താ? വേറെ ആരും പ്രിപ്പയർ ചെയ്തിട്ടില്ല? ആരിഫ, ആരിഫ
Yes, ma'am. റെഡിയാണോ? നല്ല ചുമയാണ് മാം. ഓക്കെ 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 ഓക്കെ, റെസ്റ്റ് എടുത്തോളൂ. ദെൻ വേറെ ആരൊക്കെ ചെയ്യാത്തത് ആരൊക്കെയാ? ലിൻഡ നെക്സ്റ്റ് ക്ലാസ്സിൽ ചെയ്യണം. ഓക്കെ ലിൻഡ. Then Yes, ma'am. ചെയ്യാം. ശരണ്യ. മാം ഞാനും അടുത്ത ക്ലാസ്സിൽ ചെയ്യാം. ഓക്കെ, ലിൻഡ, ശരണ്യ. ദെൻ നെക്സ്റ്റ് ക്ലാസ്സിൽ ആരൊക്കെയാ ചെയ്യുന്നത്? മാം ഞാൻ ചെയ്യാം. ഇപ്പോഴാണോ അല്ലെങ്കിൽ നെക്സ്റ്റ് ക്ലാസ്സിലാണോ? ഇപ്പൊ ചെയ്യാം. ഓക്കെ, അമൃത. അമൃത എന്നല്ലേ പേര്? ആ ഓക്കെ, വെരി ഗുഡ് അമൃത, ചെയ്തോളൂ. മാം വീഡിയോ ഓൺ ആക്കാൻ പറ്റില്ല. ഓക്കെ. Once upon a time, there was a crow. He was very thirsty. He flew here and there in search of water. He saw a pot in the garden. There was a little water in it. He could not drink it. He thought of a plan. He put some stones into it. The water rose up. He drank it and flew away. അത്രയുള്ളൂ മാം. കഴിഞ്ഞോ? നന്നായിട്ടുണ്ടായിരുന്നു അമൃത. കുറച്ചുകൂടി എന്താണ് ഒരു എനർജി ഒക്കെ വേണം സ്റ്റോറി പറയുമ്പോ, കേട്ടോ. ആ സൗണ്ട് മോഡുലേഷൻ എന്താണ് കുറച്ചും കൂടി ഒക്കെ ഒന്ന് ശ്രദ്ധിക്കാം. നല്ല എനർജറ്റിക് ആയിട്ട് പറയാനായിട്ട് നെക്സ്റ്റ് ടൈം ശ്രമിക്കണം, കേട്ടോ. ആ ശരിയാണ്. നമുക്കിപ്പോ കേട്ടിരിക്കുമ്പോ വീഡിയോയും കാണുന്നില്ല. കേട്ടിരിക്കുമ്പോ എന്താ ഓഡിയോ മാത്രം കേൾക്കുമ്പോൾ ജസ്റ്റ് അത് റീഡ് ചെയ്ത് പോകുന്നതായിട്ട് ഫീൽ ചെയ്യുന്നത്. ഒരു സ്റ്റോറി ആയിട്ട് ഓക്കെ അത്രയും കൺവേ ആകുന്നില്ല. ഓക്കെ ഓക്കെ അമൃത. ദെൻ വേറെ ആരെങ്കിലും ഉണ്ടോ ചെയ്യാനായിട്ട്? മാം ഞാൻ റോൾ പ്ലേ ചെയ്തില്ലായിരുന്നു മാം. അതായത് ഞങ്ങളൊരു ഷോപ്പ് തുടങ്ങുമായിരുന്നേ. അപ്പം അതിന്റെ ഇതൊക്കെ ആയിട്ട് തിരക്കിലായിട്ട് പോയി. റെഡിയാണോ? മാം ഞാനിപ്പോ ഷോപ്പിൽ ഞാനത് വായിക്കാം. വീഡിയോ ഓൺ ആക്കാൻ പറ്റില്ല. റോൾ പ്ലേയാ. റോൾ പ്ലേ. ഓക്കെ. ഇത് ജസ്റ്റ് ഒരു എന്തോ ഇതൊരു ജസ്റ്റ് ഒരു നമ്മള് ഉള്ള ഒരു ഇതാണ്, ഹൈജീൻ ആയിട്ടുള്ളൊരു സംഭവമാണ്. One day Meenu came from school. Meenu, Mom, I am very hungry. Give me something to eat. Mom, yes, Molo, I have made something special for you and your favorite one. Meenu, oh really? Amma, go and wash your hands and face. Meenu, okay, Amma. While Meenu was eating, Meenu's cat Kitty came by and she picked it up and petted it. Mom, Meenu, what are you doing? The cat is roaming around the yard, and if you see insect on its body, wash your hands and eat and rest. Meenu, sorry, Mom, I will go wash on my hands. ഓക്കെ സോന. പെട്ടെന്ന് വരുന്നു പോയി. Thank you, ma'am. ഓക്കെ, എനിവേ ഇനി ആരെങ്കിലും ഉണ്ടോ ചെയ്യാനായിട്ട്? ആക്ഷൻ സോങ്, റോൾ പ്ലേ ഓർ സ്റ്റോറി ടെല്ലിംഗ്? ഉണ്ടോ ചെയ്യാനായിട്ട്? ഇന്നത്തെ ക്ലാസ്സിൽ ആരെങ്കിലും റെഡി ആണോ? വെറുതെ നമ്മുടെ ടൈം കളയണ്ടല്ലോ ചോദിച്ച്. ആരെങ്കിലും റെഡി ആണോ ഇന്നത്തെ ക്ലാസ്സിൽ? ആക്ഷൻ സോങ്, റോൾ പ്ലേ ആൻഡ് സ്റ്റോറി ടെല്ലിംഗ്. സോ എന്താണ് ബാക്കിയുള്ളവര് നെക്സ്റ്റ് ക്ലാസ്സിൽ എന്താണ് പ്രിപ്പയർ ചെയ്തിട്ട് വരാം. സോ അപ്പൊ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ എന്തൊക്കെയായിരുന്നു ഡിസ്കസ് ചെയ്തത്? എന്തായിരുന്നു ഇൻസ്റ്റിറ്റ്യൂഷണൽ പ്ലാനിങ്? ഓക്കെ, ഓരോ ഇൻസ്റ്റിറ്റ്യൂഷനും, അത് ഏതൊരു ഇൻസ്റ്റിറ്റ്യൂഷൻ ആണെങ്കിലും അതിന് നല്ല രീതിയിലുള്ള ഫംഗ്ഷനിങ്ങിന്, പ്രവർത്തനത്തിന് വ്യക്തമായ ഒരു പ്ലാനിങ് ഒക്കെ ഉണ്ടായിരിക്കണം. ബെറ്റർ ആയിട്ട് നടത്തുന്നതിന് വേണ്ടി വ്യക്തമായിട്ടുള്ള ഒരു പ്ലാനിങ് ഏതൊരു ഇൻസ്റ്റിറ്റ്യൂഷനും ഉണ്ടായിരിക്കണം. സോ എന്തായിരുന്നു ഇൻസ്റ്റിറ്റ്യൂഷണൽ പ്ലാനിങ് എന്ന് പറഞ്ഞാല്? ലിൻഡ എന്തായിരുന്നു?
institutional planning? Or anybody? സ്കൂളിന്റെ ഇംപ്രൂവ്മെന്റിന് വേണ്ടി ആ ഇൻസ്റ്റിറ്റ്യൂഷൻ തന്നെ ഡെവലപ്പ് ചെയ്യുന്ന പ്രോഗ്രാംസിനെ ഇൻസ്റ്റിറ്റ്യൂഷണൽ പ്ലാനിംഗ് എന്ന് പറയുന്നു. അവർ തന്നെ പ്രിപ്പയർ ചെയ്യുന്ന ഡെവലപ്മെന്റൽ പ്രോഗ്രാംസിനെയാണ് ഇൻസ്റ്റിറ്റ്യൂഷണൽ പ്ലാനിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ പിന്നെന്തായിരുന്നു നമ്മൾ പഠിച്ചത്? പിന്നെന്തായിരുന്നു? അതിനു മുൻപ് ഒരു സക്സസീവ് ആയിട്ടുള്ള പ്ലാനിംഗ് ആണെന്ന് പറയണമെങ്കിൽ എന്തെല്ലാം കാര്യങ്ങൾ അതിൽ ഉൾപ്പെടുത്തിയിരിക്കണം? എന്തിനെല്ലാം ആൻസർ ഉണ്ടായിരിക്കണം? What, why, when, where. ഓക്കെ, ഏതൊരു ടാസ്ക് ആണെങ്കിലും അതിനെന്താണ് വാട്ട് എന്നതിന് വ്യക്തമായിട്ടുള്ള എയിം ഉണ്ടായിരിക്കണം. വാട്ട് എന്താണ്? അതിന്റെ ഒരു എയിം ആണ്, ഏത് ടാസ്ക് ആണെന്നുള്ളതാണ്, അതുണ്ടായിരിക്കണം. അതോടൊപ്പം തന്നെ വൈ, എന്തിനു വേണ്ടിയാണ് ഈ ഒരു ടാസ്ക് ചെയ്യുന്നത്. ഓക്കെ, വൈ, അതിന് വ്യക്തമായിട്ടുള്ള ഒരു ആൻസർ ഉണ്ടായിരിക്കണം. അതോടൊപ്പം തന്നെ എന്താണ്, പിന്നെന്തായിരുന്നു? വെൻ, എപ്പോഴത്തേക്ക് ഈ ടാസ്ക് കംപ്ലീറ്റ് ചെയ്യണം, എപ്പോഴാണ് അല്ലെങ്കിൽ ഇത് സ്റ്റാർട്ട് ചെയ്യേണ്ടത്, ഇനി വേർ, എവിടെ ആയിരിക്കണം. ഓക്കെ, ഇത്തരം കാര്യങ്ങൾക്ക് വ്യക്തമായിട്ടുള്ള പ്ലാനിങ് ഉണ്ടായിരിക്കണം. അത്തരത്തിലുള്ള പ്ലാനിങ്ങിനെയാണ് സക്സസ്ഫുൾ പ്ലാനിങ് എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ പ്ലാനിങ്ങിന്റെ മെയിൻ ഒബ്ജക്റ്റീവ്സ് എന്തൊക്കെയായിരുന്നു? ഇൻസ്റ്റിറ്റ്യൂഷണൽ പ്ലാനിങ്ങിൽ വരുന്ന മെയിൻ ഒബ്ജക്റ്റീവ്സ് എന്തൊക്കെയായിരുന്നു? സ്കൂളിന്റെ വളർച്ച, ഓക്കെ, ദെൻ കുട്ടികളുടെ ഔട്ട്കം ഇംപ്രൂവ് ചെയ്യുക, ഓക്കെ, ഔട്ട്കം ഇംപ്രൂവ് ചെയ്യുക, ദെൻ ക്വാളിറ്റി ഓഫ് ടീച്ചിങ് ഇംപ്രൂവ് ചെയ്യുക, ഓക്കെ, ഇംപ്രൂവ്സ് കോ കരിക്കുലർ ആക്ടിവിറ്റീസ്, സ്കിൽ പ്രൊഫഷണൽ എൻഹാൻസിംഗ്, ഡെവലപ്മെന്റ് ഓഫ് ടീച്ചേഴ്സ്. ഓക്കെ, പ്രൊഫഷണൽ ഡെവലപ്മെന്റ് ഓഫ് ദ ടീച്ചർ. അതോടൊപ്പം തന്നെ കോ കരിക്കുലർ ആക്ടിവിറ്റീസിലെ കുട്ടികളുടെ സ്കില്ലുകൾ എൻഹാൻസ് ചെയ്യാൻ കഴിയുന്ന രീതിയിലുള്ള ആക്ടിവിറ്റീസുകൾ കരിക്കുലത്തിൽ ഉൾപ്പെടുത്തുക. ഓക്കെ, നെക്സ്റ്റ് എന്തായിരുന്നു പഠിച്ചത്? പ്ലാനിങ്ങിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഫാക്ടേഴ്സ് ഏതെല്ലാമായിരുന്നു? ആ ഫാക്ടേഴ്സ് ഒരു 5 ഫാക്ടർ നമ്മൾ ഡിസ്കസ് ചെയ്തു. ഏതെല്ലാമായിരുന്നു അത്? വർക്ക് ഫാക്ടർ, വർക്ക് ഫാക്ടർ വരുന്നുണ്ട്. സ്റ്റാഫ് ഫാക്ടർ, ഓക്കെ, സ്റ്റാഫ് ഫാക്ടർ, കോസ്റ്റ് ഫാക്ടർ, കോസ്റ്റ് ഫാക്ടർ, ടൈം ഫാക്ടർ, ഓക്കെ, എക്യുപ്മെന്റ് ഫാക്ടർ. ഓക്കെ, വർക്ക് ഫാക്ടറിൽ എന്താണ് വരുന്നത്? വർക്ക് ഫാക്ടർ എന്ന് പറഞ്ഞാൽ എന്തൊക്കെ കാര്യങ്ങളായിരിക്കാം ഉൾപ്പെടുന്നത്? വർക്ക് ഫാക്ടർ, നേച്ചർ ഓഫ് ദ ടാസ്ക്, ഏത് രീതിയിലുള്ള ടാസ്ക് ആണ്, അതിന്റെ സ്വഭാവം ഏത് രീതിയിലുള്ളതാണ്, സിമ്പിൾ ആണോ അല്ലെങ്കിൽ എന്താണ് കോംപ്ലക്സ് ആണോ എന്നുള്ള കാര്യങ്ങളാണ് വർക്ക് ഫാക്ടറിൽ ഉൾപ്പെടുന്നത്. ദെൻ സ്റ്റാഫ് ഫാക്ടർ ആണെങ്കിലോ? ടാലന്റ് ഓഫ് സ്റ്റാഫ്, ആ ടാസ്ക് കംപ്ലീറ്റ് ചെയ്യുന്നതിന് അല്ലെങ്കിൽ അത് നടത്തുന്നതിന് വേണ്ടി ആ സ്റ്റാഫുകൾക്ക് എന്താണ്, അതിനുള്ള ടാലന്റ് ഉണ്ടോ? ഓക്കെ, ആ കാര്യമാണ് സ്റ്റാഫ് ഫാക്ടറിൽ വരുന്നത്. ദെൻ കോസ്റ്റ് ഫാക്ടർ എന്തായിരിക്കാം? ബെനിഫിറ്റ് ഓഫ് ദ ടാസ്ക് when completed. ഓക്കെ, ടാസ്ക് കംപ്ലീറ്റ് ചെയ്താൽ ആർക്കൊക്കെയാണ് ഇതുകൊണ്ട് ബെനിഫിറ്റ് ഉണ്ടാകുന്നത്? ഇപ്പൊ സ്കൂളിനെ സംബന്ധിച്ചാണെങ്കിൽ കുട്ടികൾക്കാണോ അതല്ലെങ്കിൽ ടീച്ചേഴ്സിനാണോ ബെനിഫിറ്റ് ലഭിക്കുന്നത്? ഓക്കെ, ടൈം ഫാക്ടർ, Urgency of the plan. സമയത്തിനുള്ളിൽ ചെയ്യും. ഓക്കെ, പ്ലാനിന്റെ അർജൻസി ആണ് കാണിക്കുന്നത്. എക്യുപ്മെന്റ് ഫാക്ടർ, Place and machineries and materials required for the task. ഓക്കെ, ഏതൊരു ടാസ്ക് ആണെങ്കിലും അതിന് എന്തെല്ലാം മെറ്റീരിയൽസ് ആവശ്യമാണ്, മെഷീൻസ് ആവശ്യമാണ്. ഓക്കെ, അതേപോലെ സ്പേസ്, ഇത്തരം കാര്യങ്ങളാണ് ഈ 5 ഫാക്ടേഴ്സ് ആണ് ഈ പ്ലാനിങ്ങിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത്. ക്ലിയർ ആണല്ലോ? ദെൻ ഫിനാൻഷ്യൽ മാനേജ്മെന്റിൽ നമ്മൾ പറഞ്ഞു മെയിൻ ആയിട്ട് 3 കാര്യങ്ങൾ വരുന്നുണ്ട്. ഏതൊക്കെയായിരുന്നു? സ്കൂൾ ഫിനാൻസ് വരുന്നുണ്ട്, അതേപോലെ ബജറ്റിംഗ് വരുന്നുണ്ട്, അക്കൗണ്ടിങ് പ്രൊസീജിയേഴ്സ് വരുന്നുണ്ട്. ഓക്കെ, എന്തായിരുന്നു സ്കൂൾ ഫിനാൻസ് എന്ന് പറഞ്ഞാൽ? എന്തായിരുന്നു സ്കൂൾ ഫിനാൻസ്? കൺട്രോൾ ചെയ്യേണ്ടതും അത് മാനേജ് ചെയ്യേണ്ടതും ആരുടെ ഉത്തരവാദിത്തമാണ്? സ്കൂൾ ഹെഡിന്റെ റെസ്പോൺസിബിലിറ്റി ആണ്. ഓക്കെ, ദെൻ സ്കൂൾ ഫിനാൻസ് എന്തായിരുന്നു? സ്കൂൾ ഫിനാൻസ് Institution maintaining and staff salary fund. ഓക്കെ, ഇൻസ്റ്റിറ്റ്യൂഷൻ മെയിൻറ്റെയിൻ ചെയ്യുന്നതിനും അതേപോലെ സ്റ്റാഫുകൾക്ക്, ടീച്ചേഴ്സിനാണെങ്കിലും മറ്റ് സ്റ്റാഫുകൾക്കും സാലറി കൊടുക്കുന്നതിന് വേണ്ടി മാറ്റിവെച്ചിരിക്കുന്ന ഫണ്ടാണ്. ഓക്കെ, ദെൻ ബജറ്റ് എന്താണ്? 1 year One plan year plan. fund. ഒരു വർഷത്തെ കണക്കുകളാണ് ബഡ്ജറ്റ് എന്ന് പറയുന്നത്. ദെൻ അക്കൗണ്ടിങ് എന്തായിരുന്നു?
പ്രോഫിറ്റ് ആണോ ലോസ് ആണോ എന്ന് കാണിക്കുന്ന റെക്കോർഡ്. നമ്മൾ ഈ എക്സ്പെൻസിന്റെയും ഇൻകത്തിന്റെയും റെക്കോർഡ് ഉണ്ടായിരിക്കണം. അതിനെയാണ് അക്കൗണ്ടിങ് എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ ഒരു സ്കൂൾ ഹെഡിന്റെ റെസ്പോൺസിബിലിറ്റീസ് എന്തെല്ലാമാണ് ഫിനാൻഷ്യൽ റെസ്പോൺസിബിലിറ്റീസ് ആയിട്ട് വരുന്നത്? എന്തൊക്കെയായിരുന്നു? Prepare a budget. സ്കൂളിന്റെ ബഡ്ജറ്റ് പ്രിപ്പയർ ചെയ്യുക. ഓക്കെ, ദെൻ Prepare using of the specific fund. ഓക്കെ, Proper using of the specific fund. സ്പെസിഫിക് ഫണ്ട് എന്താണ് പ്രോപ്പർ ആയിട്ട് യൂസ് ചെയ്യുന്നുണ്ടോ എന്ന് സൂപ്പർവൈസ് ചെയ്യുക. ഓക്കെ, പിന്നെന്താണ്? Collect the funds like tuition fees, exam fees, uniform fees, etc. ഓക്കെ, ഫീസുകൾ ട്യൂഷൻ ഫീസ് ആയിട്ട് വരുന്നത് അല്ലെങ്കിൽ കോഷൻ ഡെപ്പോസിറ്റ്, അവർക്ക് ഏണിങ്സ് വരുന്ന എല്ലാ ക്യാഷുകളും അല്ലെങ്കിൽ ഫീസുകൾ എന്താണ് പ്രോപ്പർ ആയിട്ട് കളക്ട് ചെയ്യേണ്ട റെസ്പോൺസിബിലിറ്റിയും സ്കൂൾ ഹെഡിനാണ്. ദെൻ പിന്നെന്താണ്? Keep records carefully. റെക്കോർഡ്സുകൾ, എക്സ്പെൻസസിന്റെ റെക്കോർഡ്സുകൾ പ്രോപ്പർ ആയിട്ട് കീപ്പ് ചെയ്യുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തുക. ദെൻ പിന്നെന്താണ്? To check the accounting is correctly maintained. അക്കൗണ്ടിങ് പ്രോപ്പർ ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ടോ, കറക്റ്റ് ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തുക. അതോടൊപ്പം തന്നെ പിന്നെന്തായിരുന്നു? Payment of teachers and staff. ടീച്ചേഴ്സിനും അതേപോലെ മറ്റ് സ്റ്റാഫുകൾക്കും പേയ്മെന്റ് നടത്തുന്നുണ്ടോ എന്ന് ഉറപ്പുവരുത്തേണ്ടതും ഒരു സ്കൂൾ ഹെഡിന്റെ റെസ്പോൺസിബിലിറ്റി ആണ്. പിന്നെ അതിനുശേഷം നമ്മൾ ഓപ്പണിംഗ് ധാരാളം ഫീസുകൾ പഠിച്ചു. ഏതൊക്കെയായിരുന്നു ആ ഫീസുകൾ? ഒരു സ്കൂള് ഈടാക്കുന്ന ഫീസുകൾ ഏതൊക്കെയായിരുന്നു? ഓപ്പണിംഗ് ഫീസ്, ഓപ്പണിംഗ് ഫീസിന്റെ പ്രത്യേകത എന്താണ്? ഓപ്പണിംഗ് ഫീസ് അല്ലെങ്കിൽ എന്താണ് ആനുവൽ ഫീസ് എന്താണ്? അത് ഏത് ടൈമിലാണ് കളക്ട് ചെയ്യുന്നത് അവര്? സ്കൂൾ ഓപ്പൺ സ്കൂൾ ഓപ്പൺ ടൈമിലാണ് ഇത്തരം ഫണ്ടുകൾ അവർ കളക്ട് ചെയ്യുന്നത്. എന്തിനു വേണ്ടിയൊക്കെയാണ്? ലൈബ്രറി ഫീസ്, അതേപോലെ തന്നെ അഡ്മിഷൻ ഫീസ്, ബുക്സ്, നോട്ട്ബുക്സ് ഫീസ് എന്നൊക്കെ പറഞ്ഞിട്ടാണ് അവർ ഈ ഫീസ് ഈടാക്കുന്നത്. ദെൻ ട്യൂഷൻ ഫീസ് അല്ലെങ്കിൽ മന്ത്ലി ഫീസ് എന്തായിരിക്കാം? ഓരോ മാസം കുട്ടികളുടെ കളക്ട് ചെയ്യുന്നു. ഓക്കെ, ലിൻഡ കണ്ടിന്യൂ. എന്താണ് ട്യൂഷൻ ഫീസ് അല്ലെങ്കിൽ മന്ത്ലി ഫീസ്? ഓരോ മാസവും കുട്ടികളുടെ നമ്മൾ കളക്ട് ചെയ്യുന്ന ഫീസാണ് മന്ത്ലി ഫീസ്. മന്ത്ലി മാസത്തിൽ അവർ ഈടാക്കുന്ന ഒരു ഫീസാണ് ടേം ഫീസ് എന്ന് പറയും. ചില സ്കൂളുകളിൽ അത് ടേം ഫീസ് ആണ് അല്ലേ? ഓരോ ടേമിനായിരിക്കും, മന്ത്ലി ആയിരിക്കില്ല, ടേമിലായിരിക്കും വാങ്ങിക്കുന്നത്. ചിലപ്പോൾ 3 മാസമായിരിക്കും ഒരു ടേം, അല്ലെങ്കിൽ ചില സ്കൂളുകളിൽ എങ്ങനെയാണ് 4 മാസം വരുന്നുണ്ട് അല്ലേ? ദെൻ എക്സാം ഫീസ് എന്തായിരിക്കാം? ആൻസർ ഷീറ്റിനും ക്വസ്റ്റ്യൻ പേപ്പറിനും അതുമായിട്ട് ബന്ധപ്പെട്ട് ഉപയോഗിക്കുന്ന എല്ലാ സാധനങ്ങൾക്കും ഈടാക്കുന്നത് എക്സാം ഫീസിലൂടെയാണ്. എക്സാം ഫീസിലൂടെയാണ് ഇത്തരം കാര്യങ്ങൾ മീറ്റ് ചെയ്യുന്നത്. ഓക്കെ, ദെൻ യൂണിഫോം ഫീസ്. നമ്മൾ യൂണിഫോമിന് അതേപോലെ തന്നെ സോക്സ്, ബെൽറ്റ്, ഓക്കെ, ഷൂസ്, ഇതെല്ലാം യൂണിഫോം ഫീസ് എന്ന് പറഞ്ഞാണ് അവർ ഈടാക്കുന്നത്. ഓക്കെ, ദെൻ ടൂർ, ഫങ്ഷൻസ് ആൻഡ് പ്രോഗ്രാംസ് ഫീസ് വരുന്നുണ്ട്. എന്താണ്? ഓരോ പ്രോഗ്രാംസിനും ഓരോ സ്കൂളുകള് എന്താണ് ഫീസ് ഈടാക്കാറുണ്ട്. ഇത്തരം ഫീസ് എങ്ങനെയാണ്? ഫിക്സഡ് ഫീസ് അല്ല. ഓക്കെ, ഫിക്സഡ് ഫീസ് അല്ല. മറ്റു നമ്മൾ നേരത്തെ പറഞ്ഞ ആനുവൽ ഫീസ് ആണെങ്കിലും അല്ലെങ്കിൽ എക്സാം ഫീസ് ഒക്കെ ആണെങ്കിൽ ഒരു ഫിക്സഡ് എമൗണ്ട് ആയിരിക്കും. ഇതിനെന്താണ് പ്രോഗ്രാംസിനനുസരിച്ച് മാറ്റങ്ങൾ വരാം, ഫീസിൽ മാറ്റങ്ങൾ വരുന്നതായിരിക്കും. ദെൻ പിന്നെന്തായിരുന്നു നെക്സ്റ്റ്? ടൂർസ്. 4 ടൈപ്സ് ഓഫ് ടൂർസ് ഉണ്ടെന്ന് പറയുന്നു. ഓക്കെ, ടൂർസ്, അതേപോലെ ഫംഗ്ഷൻ, പ്രോഗ്രാംസ് ഫീസ് നമ്മൾ പറഞ്ഞു. അതില് 4 ടൈപ്പ് ഓഫ് ടൂറുകൾ ഉണ്ടെന്ന് പറയുന്നത്. ഏതൊക്കെയാണത്? 4 ടൈപ്പ് ഓഫ് ടൂർ. ലോങ് ടൂർ, ലോങ് ടൂർ, ജനറൽ ടൂർ എന്നറിയപ്പെടുന്നു. പിന്നെ ഏതാണ്? ലോക്കൽ ടൂർ. ഓക്കെ, ലോക്കൽ ടൂർ. ഓക്കെ, ദെൻ റഷ്യൻ കൈൻഡ് ഓഫ് ടൂർ ഓർ വാക്കിംഗ് ടൂർ. റഷ്യൻ കൈൻഡ് ഓഫ് ടൂർ അല്ലെങ്കിൽ ഔട്ട്ഡോർ ക്ലാസ്, അതും അല്ലെങ്കിൽ എന്താണ് വാക്കിംഗ് ടൂർ എന്നാണ് അറിയപ്പെടുന്നത്. ദെൻ ലാസ്റ്റ് വൺ ആയിരുന്നു ടീച്ചർ ടൂർ. ടീച്ചർ ടൂർ ടീച്ചേഴ്സിന് മാത്രമായിട്ട് വെക്കേഷൻ ടൈമിൽ പ്രൊവൈഡ് ചെയ്യുന്നതാണ്. ഓക്കെ, അവർ പോകുന്നതാണ് ടീച്ചർ ടൂർ എന്നറിയപ്പെടുന്നത്. സോ എന്താണ് 4 ടൈപ്പ് ഓഫ് ടൂറുകൾ ഉണ്ട്. ജനറൽ ടൂർ വരുന്നുണ്ട്, ലോക്കൽ ടൂർ വരുന്നുണ്ട്, അതേപോലെ റഷ്യൻ കൈൻഡ് ഓഫ് ടൂർ വരുന്നുണ്ട്, ആൻഡ് ലാസ്റ്റ് വൺ ടീച്ചർ ടൂർ വരുന്നുണ്ട്. ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആണോ എല്ലാവർക്കും?
Yes, ma'am. Yes, ma'am. ഓക്കെ, നെക്സ്റ്റ് ക്ലാസ്സിൽ വരുമ്പോൾ ബാക്കി വരുന്ന റിമൈനിങ് ടോപ്പിക്സ് ജസ്റ്റ് ഒന്ന് റീഡ് ചെയ്തിട്ട് വേണം വരാനായിട്ട്. ഓക്കെ, സോ ഡൗട്ട് ഇല്ലെങ്കിൽ ഞാൻ ക്ലാസ് വൈൻഡ് അപ്പ് ചെയ്തോട്ടെ. Yes, ma'am. ഓക്കെ, then bye and good Thank you, night. ma'am. Good night, ma'am. Thank you, ma'am. Good night, ma'am. Bye, ma'am. Thank you, ma'am. Good night, ma'am.